Hi dear students, welcome to question discussion, integration, application and differential equation. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് നോക്കാം. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ ഓഫ് 1 പ്ലസ് ലോഗ് എക്സ്. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സംഭവമാണ്. ഇവിടെ 1 പ്ലസ് ലോഗ് എക്സ് ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് പുറത്തുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ, 1 പ്ലസ് ലോഗ് എക്സിന് ടി ഇട്ട് കൊടുത്താൽ മതി. 1 പ്ലസ് ലോഗ് എക്സ് ഇക്വൽ ടി ആണെങ്കിൽ ഡിഫറൻഷ്യൽസ് എടുക്കുമ്പം 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി ആകും. അപ്പോൾ ഇൻ്റഗ്രൽ അപ്പോൾ എങ്ങനെ മാറും? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആയി മാറി, ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ ഓഫ് 1 പ്ലസ് ലോഗ് എക്സ് ടി ആയി മാറി. ഇത് 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് വെച്ചാൽ സീക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ 1 ബൈ കോസ് സ്ക്വയർ ടി മീൻസ് സീക്സ് സ്ക്വയർ ടി ഡി ടി. ഇൻ്റഗ്രൽ സീക്സ് സ്ക്വയർ ടി എന്ന് വെച്ചാൽ ടാൻ ടി ആണ്, പ്ലസ് സി ദാറ്റ് ഈസ് ടാൻ ഓഫ് ടി എന്ന് പറയുന്നത് 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് സി. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? ടാൻ ഓഫ് 1 പ്ലസ് ലോഗ് എക്സ്. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് ഇവിടെ ഇയുടെ പവറായിട്ട് എക്സ് സ്ക്വയർ ഉള്ളതുകൊണ്ട് ഈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഡി എക്സ്. എക്സ് ആയതുകൊണ്ട് ഈ എക്സ് ക്യൂബിനെ നമ്മളിത് എങ്ങനെ കാണുക? ഈ എക്സ് ക്യൂബിനെ നമ്മൾ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ആയിട്ട് കാണുക. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് ആയതുകൊണ്ട് ഒരു എക്സ് കൂടി അവിടെ വരും. ഇനി ഇവിടെയും എക്സ് സ്ക്വയർ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ഉണ്ട്. എന്ത് ചെയ്താൽ മതി? എക്സ് സ്ക്വയർ ഈക്വൽ ടി കൊടുത്താൽ മതി. എക്സ് സ്ക്വയർ ഈക്വൽ ടി ആണെങ്കിൽ 2x ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആണ്. എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ബൈ 2 ആണ്. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ ടി ഇൻറ്റു ഇ റൈസ് ടു ടി ഇൻറ്റു ഇത് ഡി ടി ബൈ 2. ഇത് 1/2 കോൺസ്റ്റൻ്റാണ്. പുറത്തെടുത്താൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്ത് വെച്ചാൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ്. അങ്ങനെ ചെയ്യുമ്പം ഇത് ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു ടി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു ടി ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ഇ റൈസ് ടു ടി എന്ന് തന്നെ വരും. പ്ലസ് സി എന്ന് വരും. ടിയുടെ വാല്യൂ തിരിച്ചു കൊടുക്കുക. ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇ റൈസ് ടു ടി പുറത്തും കൂടി എടുത്താൽ ഹാഫ് ഇൻറ്റു ഇ റൈസ് ടു ടി, ടി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് സി. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഹാഫ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1. ഫോർത്ത് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. എപ്പോഴും കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത് ഈ ഒരു മെത്തേഡിൽ നിന്നാണ്. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അവിടെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക. ഇവിടെ എക്സ് ക്യൂബ് ആയിരുന്നു, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് എഴുതി. അത്രയേ ഉള്ളൂ. ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 3. എന്താണെന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ കൊസീക് എക്സ് ഡി എക്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഇൻ്റഗ്രൽ കൊസീക് എക്സ് നിങ്ങൾ പഠിക്കണം. നമ്മുടെ സിനോപ്സിസിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയലുണ്ട്. ഇൻ്റഗ്രൽ കൊസീക് എക്സ് എന്ന് പറയുന്നത് ലോഗ് ഓഫ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ്. രണ്ടെണ്ണം പഠിക്കണം കേട്ടോ. ലോഗ് ഓഫ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി എന്ന് പറയാം. ഓർ സെയിം തിങ്. ഇത് ട്രിഗ്നോമെട്രിക്കലി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കൊസീക് എക്സിനെ 1 ബൈ സൈൻ എക്സ്, ഇതിനെ കോസ് എക്സ് ബൈ സൈൻ എക്സ് എൽസിയം എടുത്തിട്ട് ട്രിഗ്നോമെട്രിയുടെ ഫോം അപ്ലൈ ചെയ്യുമ്പം ഇത് നമുക്ക് ടാൻ എക്സ് ബൈ 2 എന്നും കിട്ടും കേട്ടോ. ലോഗ് ഓഫ് ടാൻ എക്സ് ബൈ 2 പ്ലസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ലോഗ് ഓഫ് ടാൻ എക്സ് ബൈ 2. വളരെ എളുപ്പം. രണ്ടും പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽ സിനോപ്സിസിൽ ഈ സംഗതികളുണ്ട് കേട്ടോ. ദെൻ നമ്പർ 4 എന്താണെന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അതായത് ഇതിനെ നമുക്ക് ഒരു √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. √2 എന്ന് പറഞ്ഞാൽ സംഗതി ഇത് എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് എന്നുള്ള ഫോം,
അങ്ങനെ വന്നാൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള മെത്തേഡ് √(a²+b² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എ എന്ന് വെച്ചാൽ cos x-ൻ്റെ കോഷ്യൻ്റ് 1, ബി എന്ന് വെച്ചാൽ sin x-ൻ്റെ കോഷ്യൻ്റ് -1. അപ്പോൾ √(a²+b² എന്ന് പറയുമ്പോൾ √(1² + -1²) കൊണ്ട് ഇതിനെ മുകളിലും താഴെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ 1/√2 dx ഡിവൈഡ് ബൈ 1/√2 cos x -1/√2 sin x എന്ന് വരും. ശരിയല്ലേ? സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/√2 ഈ മുകളിലുള്ള 1/√2 പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ dx ഡിവൈഡ് ബൈ ഇത് ഈ 1/√2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 1/√2നെ cos π/4 എന്ന് എഴുതാം. cos π/4 ഇൻറ്റു cos x മൈനസ് sin π/4. ഈ 1/√2നെ sin π/4 ഇൻറ്റു sin x എന്ന് എഴുതുക. അതുകൊണ്ടാണ് ഈ 1/√2 നമ്മൾ ഡിവൈഡ് ചെയ്തത്, മൾട്ടിപ്ലൈ ചെയ്തത് എല്ലാത്തിനെയും കേട്ടോ. എന്താ ഇങ്ങനെ എഴുതിയുള്ള പ്രയോജനം? ഇത് cos a cos b മൈനസ് sin a sin b എന്നുള്ള ഫോം നമുക്കറിയാം. cos a cos b മൈനസ് sin a sin b cos of a മൈനസ് b ആണ്. അപ്പോൾ ഇത് 1/√2 ഇൻറ്റു ഇൻ്റഗ്രൽ dx ഡിവൈഡ് ബൈ cos of എത്രയാണ്? π/4 പ്ലസ് എക്സ് എന്നാണ്. cos of π/4 പ്ലസ് എക്സ് ദാറ്റ് ഈസ് 1/√2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/cos നമുക്ക് sec of π/4 പ്ലസ് എക്സ് എന്നെഴുതാം. ഇൻ്റഗ്രൽ sec x എന്ന് പറയുന്നത് log of sec x പ്ലസ് tan x എന്നാണ്. അതായത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല, ഒരു കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്ത് വെച്ചാൽ മതി. നമുക്കിതിനെ എങ്ങനെ എഴുതിയേക്കാം? ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊസീക്കിലേക്ക് മാറ്റുക. എങ്ങനെയാണ് കൊസീക്കിലേക്ക് മാറ്റുന്നത്? ഇതിനെ നമുക്ക് വേണമെങ്കിൽ 1/√2 ഇൻറ്റു ഇൻ്റഗ്രൽ കൊസീക്ക് ഓഫ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സീക്ക് എ എന്ന് പറയുന്നത് കൊസീക്ക് 90 - a. 10ാം ക്ലാസ് തൊട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് കോംപ്ലിമെൻ്ററി ആംഗിൾ. സീക്കും കൊസീക്കും കോംപ്ലിമെൻ്ററി പേഴ്സാണ്. അപ്പോൾ സീക്ക് എനെ കൊസീക്ക് 90 - a എന്ന് എഴുതാം. അപ്പോൾ സീക്ക് π/4 പ്ലസ് എക്സിനെ കൊസീക്ക് π/2 മൈനസ് ഓഫ് π/4 പ്ലസ് എക്സ് എന്ന് എഴുതാം. dx that is 1/√2 ഇൻറ്റു ഇൻ്റഗ്രൽ ഇത് കൊസീക്ക് ഓഫ് എത്രയാണ്? π/2 മൈനസ് π/4 π/4 എന്ന് വരും മൈനസ് എക്സ് എന്ന് വരും. ഇപ്പോൾ ദാ ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് എന്നുള്ള ഫോമായി. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് log tan x/2 ആണ്. ഇവിടെ എക്സ് അല്ല, എക്സിന് പകരം π/4 മൈനസ് എക്സ് ആണെന്ന് മാത്രം. അപ്പോൾ ഇത് 1/√2 ഇതിൻ്റെ ഇൻ്റഗ്രൽ പറയുമ്പോൾ log ഓഫ് tan ഓഫ് x/2 π/4 മൈനസ് x/2 എടുക്കുമ്പം π/4/2 എന്ന് പറയുമ്പോൾ π/2 മൈനസ് എക്സിൻ്റെ പകുതി എന്ന് പറയുമ്പം x/2 എന്ന് വരും. dx എന്താ? tan π/2 മൈനസ് x/2 tan 90 - a cot a, tan π/2 മൈനസ് തീറ്റ cot തീറ്റ അല്ലേ? ഈ ആൻസർ ഇല്ലല്ലോ ഇതിനകത്ത്, ഉണ്ടോ? tan ഓഫ് 1/√2 ഇൻറ്റു tan ഓഫ് π/2 മൈനസ് അല്ലേ π/4ൻ്റെ പകുതി അല്ലേ? π/4ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ π/8, സോറി കേട്ടോ, π/4ൻ്റെ പകുതി എന്ന് പറയുമ്പം π/8 ആണ്. അപ്പോൾ 1/√2 tan ഓഫ് π/8 മൈനസ് x/2 ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. 1/√2 tan ഓഫ് x/2 മൈനസ് π/8 ഉണ്ട് അല്ലേ? 1/√2 tan ഓഫ് x/2 മൈനസ് π/8 ഉണ്ട്. മോഡുള്ളത് കൊണ്ട് അതും കുഴപ്പമില്ല കേട്ടോ. x/2 മൈനസ് π/8 ഉണ്ട്, കറക്റ്റാണ്. നമുക്കറിയാം tan മൈനസ് തീറ്റ മൈനസ് tan തീറ്റ. അപ്പോൾ മോഡുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1/√2 log ഓഫ് മോഡ് ഓഫ് tan ഓഫ് മോഡ് ആയതുകൊണ്ട് x/2 മൈനസ് π/8 എന്ന് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. പ്ലസ് സി, ഇവിടെ dx അല്ലല്ലോ, ഇൻ്റഗ്രേഷൻ കഴിഞ്ഞില്ലേ, പ്ലസ് സി ഇട്ടേച്ചാൽ മതി. സോ ആൻസർ അപ്പോൾ ഏതാണ്? 1/√2 log ഓഫ് tan ഓഫ് x/2 മൈനസ് π/8. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ.
ഓക്കെ. ദെൻ ഇതും ശരിയാണ്. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാതെ ചെയ്യുവാണെങ്കിൽ ഇത് ലോഗ് ഓഫ് സീക്ക് ഓഫ് π/4 + x/2 എന്നെടുത്താൽ നമുക്ക് ഇൻ്റഗ്രൽ സീക്ക് എക്സിന് ഫോർമുല ഉണ്ട്. ഇൻ്റഗ്രൽ സീക്ക് എക്സ് എന്ന് പറയുന്നത് 1/√2 ലോഗ് ഓഫ് എന്തുവാ ഇൻ്റഗ്രൽ സീക്ക് എക്സ് എന്ന് പറയുന്നത്? നമുക്ക് ഇൻ്റഗ്രൽ സീക്ക് എക്സ് എന്ന് പറയുന്നത് ഒരു ഫോർമുല ഉണ്ട്. ലോഗ് ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് എന്നുള്ള ഫോർമുല ഉണ്ട്. അത് സിംപ്ലിഫൈ ചെയ്താൽ ലോഗ് ഓഫ് ടാൻ ഓഫ് π/4 + x/2 ഇങ്ങനൊരു ഫോർമുലയും കൂടി ഉണ്ട് കേട്ടോ. ഇൻ്റഗ്രൽ സീക്ക് എക്സ് എന്ന് പറയുന്നത് ലോഗ് ഓഫ് ടാൻ ഓഫ് π/4 + x/2 ഇങ്ങനൊരു ഫോർമുലയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ടാൻ ഓഫ് എത്ര വരും? ലോഗ് ഓഫ് ടാൻ ഓഫ് π/4 + x/2. എക്സ് ഇവിടെ π/4 + x ആണ്. അപ്പോൾ x/2 എന്ന് പറയുമ്പോൾ π/4/2 അത് π/8 എന്ന് വരും പ്ലസ് x/2 എന്ന് വരും പ്ലസ് സി. ദാറ്റ് ഈസ് ഇത് 1/√2 ലോഗ് ഓഫ് ടാൻ ഓഫ് π/4 + π/8 എന്ന് പറയുമ്പോൾ എത്രയാ? 3π/8 ഇല്ല, കാരണം ഇത് 2π/8 മൊത്തം 3π/8 പ്ലസ് x/2 പ്ലസ് സി. ഈ ആൻസറും ശരിയാണ് കേട്ടോ. അത് നമുക്ക് എന്തായിട്ടുണ്ട്? 1/√2 ലോഗ് ഓഫ് ടാൻ ഓഫ് 3π/8 പ്ലസ് x/2 എന്നുള്ള ഓപ്ഷൻ ഫോർത്ത് ഓപ്ഷനായിട്ടുണ്ട്. അപ്പോൾ ഫോർത്ത് ഓപ്ഷനും കറക്റ്റാണ് കേട്ടോ. മോഡായതുകൊണ്ട് ഇത് ലോഗ് മോഡായതുകൊണ്ട് ശരിക്കും ലോഗ് ഓഫ് ടാൻ ഓഫ് π/8 - x/2 എന്നാണ് കിട്ടുന്നത്. പക്ഷെ മോഡുള്ളത് കൊണ്ട് ഈ ആൻസറും ശരിയാണ്, ഈ ആൻസറും ശരിയാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നതാണ്. രണ്ട് ആൻസർ എഴുതിയാലും കറക്റ്റാണ് കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് നോക്കിയേ. ഇൻ്റഗ്രൽ √(dx/√9 - 4x²) അല്ലേ? ഇൻ്റഗ്രൽ dx ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഈ 9നെ 3² ആയിട്ട് കാണുക, 4x²നെ 2x² ആയിട്ട് കാണുക. നമുക്കറിയാം 1/√(a² - x²) സൈൻ ഇൻവേഴ്സ് x/a അല്ലേ? അപ്പോൾ ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് x ആയിട്ട് ഇവിടെ 2x/a ആയിട്ട് 3. പക്ഷെ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ചെയ്യണം. എന്തുകൂടി ചെയ്യണം? ഇവിടെ x അല്ല 2x അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഓർ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ആൻസർ. ഹാഫ് സൈൻ ഇൻവേഴ്സ് 2x/3 ഓപ്ഷൻ 3 അല്ലേ? ഹാഫ് സൈൻ ഇൻവേഴ്സ് 2x/3 പ്ലസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ, തേർഡ് ഓപ്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് നമുക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 6? ഇൻ്റഗ്രൽ log x dx. ഇൻ്റഗ്രൽ ഓഫ് log x dxനെ log x × 1 dx ആയിട്ട് കാണുക. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്താൽ മതി. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് log x, സെക്കൻഡ് ഫംഗ്ഷനായിട്ട് 1 എടുക്കുക. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുക. അതുവരും ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇൻ്റഗ്രൽ ഓഫ് 1 എന്ന് പറയുന്നത് x മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 1/x ഇൻറ്റു x dx എന്ന് വരും. ദാറ്റ് ഈസ് ഇത് log x × xനെ x × log x എന്ന് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. ഇത് x കട്ടായി പോയി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 1 dx അത് x. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു, പ്ലസ് സി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ആൻസറായി. ഓപ്ഷൻ ഉണ്ടല്ലോ x log x മൈനസ് x കോമൺ എടുത്താൽ x × log x - 1 പ്ലസ് സി. ഓപ്ഷൻ 2 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ 7th ക്വസ്റ്റ്യൻ ആണ്. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ e⁵5 log x മൈനസ് e⁴4 log x ഡിവൈഡ് ബൈ e⁵3 log x മൈനസ് e⁵2 log x. ഇതാ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പം ഉള്ള ഒരു കേസ് നോക്കാം. e⁻n log x എന്ന് വന്നാൽ അതിന് n log xനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമ്മൾ ലോഗരിതം റൂൾ പഠിക്കുന്നുണ്ട്. log x⁻n എന്ന് പറയുന്നത് n log x ആണ്. അപ്പോൾ തിരിച്ച് n log xനെ നമുക്ക് എങ്ങനെ എഴുതാം? log of x⁻n എന്ന് എഴുതാം. നമ്മളെടുക്കുന്ന ലോഗരിതം നാച്ചുറൽ ലോഗരിതമാണ്. പ്രത്യേകിച്ച് ബേസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ബേസ് ഇ ആണ്. നമുക്ക് വേറൊരു ലോഗരിതം റൂളുണ്ട്. എയുടെ പവറായിട്ട് ലോഗ് വന്നിരിക്കുന്നു. ലോഗിൻ്റെ ബേസും എ തന്നെയാണെങ്കിൽ ഇത് രണ്ടും പോവും.
ഇ റേസ് ടു ലോഗ് ടു ദ ബേസ് ഇ എന്ന് വന്നാൽ ഇത് രണ്ടും പോകും, പോയിട്ട് ഇത് എക്സ് റേസ് ടു എൻ എന്ന് മാത്രമാണ്. അപ്പോൾ ഇ റേസ് ടു എൻ ലോഗ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ ആണ്. അപ്പോൾ ഇവിടെ ഇ റേസ് ടു 5 ലോഗ് എക്സ് അത് എക്സ് റേസ് ടു 5 ആണ്. മൈനസ് ഇത് എക്സ് റേസ് ടു 4 ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയും. സിമ്പിൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ആക്കാൻ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ പോരെ. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ ഇത് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ എന്നാകും ബൈ ഡിനോമിനേറ്റർ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ആണ്, കട്ടായി പോകും. പോയിട്ട് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ, എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ലോഗരിതം റൂൾ മനസ്സിലാക്കണം കേട്ടോ. എൻ ലോഗ് എ റേസ് ടു എൻ. അപ്പോൾ ഇവിടെ എൻ ലോഗ് എക്സ് റേസ് ടു എൻ. ഇ റേസ് ടു ലോഗ് വന്നാൽ ബേസ് ഇ തന്നെയാണ്, ലോഗിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് എക്സ് റേസ് ടു എൻ എന്ന് മാത്രം. ആൻസർ അപ്പോൾ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് നോക്കിക്കേ. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 5 പ്ലസ് 5x റേസ് ടു 4 പ്ലസ് 1. ഞാൻ എന്താ ഇതിനെ എക്സ് റേസ് ടു 5 പ്ലസ് 1 ഒരുമിച്ചെടുക്കുന്നു, പ്ലസ് 5x റേസ് ടു 4 വേറെ എടുക്കുന്നു. ഇങ്ങനെ എഴുതിയാലുള്ള പ്രയോജനം എന്താ? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ടിൻ്റെ ഫോമാകും. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്, ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. എന്തുവാ? ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് സി എന്നാണ്. എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന ബ്രാക്കറ്റ് വന്നിരിക്കുന്നു. പുറത്ത് ഇ റേസ് ടു എക്സ് ഉണ്ടെങ്കിൽ ഹോൾ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ് പ്ലസ് സി. എൻ സി ആർ ടിയിൽ നമുക്ക് പഠിക്കാവുന്നൊരു ഫോമില്ല, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിന് ശേഷം. ഇവിടെ ആ ഫോമല്ലേ. എക്സ് റേസ് ടു 5 പ്ലസ് 1നെ എഫ് ഓഫ് എക്സ് എന്നെടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 5x റേസ് ടു 4. അപ്പോൾ ഇത് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്നുള്ള ഫോമാ ആൻസർ. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് ആ എക്സ് റേസ് ടു 5 പ്ലസ് 1 പ്ലസ് സി ഇട്ട് കഴിഞ്ഞാൽ ആൻസറായി. ഏതാ ഓപ്ഷൻ? ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 5 പ്ലസ് 1 പ്ലസ് സി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ആൻസർ ആണുള്ളത്. ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 5 പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 ഇ റേസ് ടു എക്സ് പ്ലസ് സി. സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ. ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 9 ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഞാൻ എന്താ ഇതിനെ 1 പ്ലസ് എക്സ് സ്ക്വയർ ഒരു സെപ്പറേറ്റ് ബ്രാക്കറ്റ് ഇടുന്നു, ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ താഴെ എഴുതുന്നു, ഇൻറ്റു ഡി എക്സ്. എന്താ ഇങ്ങനെ എഴുതിയാലുള്ള പ്രയോജനം? ഇതാ ഇവിടെ ഒരു ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്, അങ്ങനെയാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അവിടെ ഉള്ളതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് എക്സിന് ടി കൊടുക്കുക. അന്നേരം ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ബിക്കം ഡി ടി. സോ ഇത് ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി ഇൻറ്റു ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഡി ടി ആകും. ഇനി ഇതാ ഇവിടെ ഒരു 1 പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് ടി ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തുവാ? ടാൻ ടി ആ. അപ്പോൾ ഇത് 1 പ്ലസ് ടാൻ ടി പ്ലസ് ടാൻ സ്ക്വയർ ടി എന്നാവും, ഇൻറ്റു ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ നേരത്തെ തന്നെ എഴുതിയായിരുന്നു, ഡി ടി തന്നെ. ശരിയല്ലേ?
ഇനി ഇതാ നോക്കുക, ഇത് ഇ റേസ് ടു ടി ഇൻറ്റു ഇവിടെ ഒരു 1 + tan സ്ക്വയർ ടി ഉണ്ട്. എന്താ ഈ 1 + tan സ്ക്വയർ ടി? നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഐഡൻറ്റിറ്റീസ്, ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. സീക്ക് സ്ക്വയർ ടി മൈനസ് ടാൻ സ്ക്വയർ ടി എന്ന് പറയുന്നത് 1 ഓർ 1 + tan സ്ക്വയർ ടി എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ ടി. അപ്പോൾ ഈ ടാൻ ടി അങ്ങനെ തന്നെ എഴുതിയാൽ 1 + tan സ്ക്വയർ ടി ഉണ്ട്, അത് സീക്ക് സ്ക്വയർ ടി ആണ്. ഇപ്പം ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഫോമിൻ്റെ ഫോം തന്നെയായി. ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്നുള്ള ഫോമായില്ലേ. എക്സിന് പകരം ടി ആണെന്നല്ലേ ഉള്ളൂ. ഇ റേസ് ടു ടി, ഇവിടെ ടാൻ ടി ഉണ്ട്, ടാൻ ടിയുടെ ഡെറിവേറ്റീവാണ് സീക്ക് സ്ക്വയർ ടി. അപ്പോൾ ഇത് ഇ റേസ് ടു ടി ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് എഫ് ഡാഷ് ടി എന്നുള്ള ഫോമാണ്. എന്തായിരിക്കും ആൻസർ? അത് ഇ റേസ് ടു ടി ഇൻറ്റു എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി എന്ന് വെച്ചാൽ ടാൻ ടി പ്ലസ് സി ആണ്. ടി നമ്മൾ ക്വസ്റ്റ്യനില്ല, ടാൻ ഇൻവേഴ്സ് ടി ആണ് ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ടാൻ ടി. എന്താ ടാൻ ടി എന്ന് പറയുന്നത്? എക്സ്, അല്ലെങ്കിൽ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും, അപ്പോഴും എക്സ് എന്ന് പറയാം. എങ്ങനെ എഴുതിയാലും എക്സ് പ്ലസ് സി ഇസ് ദ ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. എക്സ് ഇൻറ്റു ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ്, 4th ഓപ്ഷൻ ഗീവ്സ് ദ കറക്റ്റ് ആൻസർ. ശരിയല്ലേ? അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 + x² ഉള്ളതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് എക്സിന് ടി കൊടുത്തു. അപ്പോൾ എക്സ് ടാൻ ടി ആകും. സിംപ്ലിഫൈ ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ഇൻ്റഗ്രൽ നന്നായിട്ട് പഠിക്കണം. ഇത് വെച്ചിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എല്ലാത്തിനും. ഒരു സ്പെഷ്യൽ ഇൻ്റഗ്രലാണ്, NCERT നമ്മൾ പഠിക്കുന്നത് അത്. എനിവേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. എന്താ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്പർ 10 ഇൻ്റഗ്രൽ കോസ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? റൂട്ട് എക്സ് ഉണ്ട്, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് അല്ലേ. റൂട്ട് എക്സിന് ടി ഇട്ട് കൊടുത്താൽ മതി. പുട്ട് റൂട്ട് എക്സ് ഈക്വൽ ടു ടി ഇട്ട് കൊടുക്കുക. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ 1/2 റൂട്ട് എക്സ് ഡി എക്സ് ഡി ടി ആകും. ഓർ ഡി എക്സ് ബൈ റൂട്ട് എക്സ് എന്തായി മാറും? 2dt എന്നാവും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് കോസ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് ടി ആ ബൈ ഇൻറ്റു ഡി എക്സ് ബൈ റൂട്ട് എക്സ്, അത് 2dt എന്നായി മാറും. 2 കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. പോയിട്ട് ഇൻ്റഗ്രൽ കോസ് ടി. ഇൻ്റഗ്രൽ കോസ് ടി എന്ന് വെച്ചാൽ സൈൻ ടി അല്ലേ, പ്ലസ് സി 2 ഇൻറ്റു സൈൻ ടി എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ആണ്, പ്ലസ് സി. ഓപ്ഷൻ നോക്കിക്കുക ഏതാണെന്ന്. 2 sin root x is the correct answer. 2 sin root x plus c, ഓപ്ഷൻ 4 ആൻസർ ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. എങ്ങനെ നോക്കിയാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്? ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓൾ സർക്കിൾസ് പാസിംഗ് ത്രൂ ഒറിജിൻ ഹാവിംഗ് ദെയർ സെൻറ്റേഴ്സ് ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന സെൻറ്റർ എക്സ് ആക്സിസിൽ വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻസിൻ്റെ കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഇത് ഒറിജിൻ എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ടുണ്ട്. ഇത് ഒറിജിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള സർക്കിളാ? ഇതാണ് സർക്കിൾ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സെൻറ്റർ എക്സ് ആക്സിസിൽ വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതാണ് വേണ്ടത്. അപ്പോൾ അതാ ഇതിൻ്റെ സെൻറ്റർ എക്സ് ആക്സിലാണ്. സെൻറ്റർ എക്സ് ആക്സിലായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ H0 എന്ന് എടുക്കാം അല്ലേ. X0 എന്നായിരിക്കുമല്ലോ എക്സ് ആക്സിലേക്ക് പോയത്. അപ്പം H0 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് റേഡിയസ് അല്ലേ, അപ്പോൾ HL റേഡിയസ്. അപ്പോൾ നമുക്ക് തിരിച്ച് ഇതിൻ്റെ റേഡിയസ് 6 എന്നെടുത്താൽ 6 റേഡിയസ് ആണെങ്കിൽ OC എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് അപ്പം R,0 എന്ന് വരും. ഇപ്പോൾ നമുക്ക് സെൻറ്റർ R0 ആയിട്ട് അറിയാം, റേഡിയസ് 6 ആയിട്ട് അറിയാം. നമുക്കറിയാം സെൻറ്റർ HK റേഡിയസ് 6 ആയിട്ട് വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ? x - h the whole square plus y - k the whole square equals R². ഇവിടെ HK R0, R തന്നെ. അപ്പോൾ ഇത് x - r the whole square plus y - 0 the whole square equals R². വേണമെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ x² - 2rx plus
ആർ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് ആർ സ്ക്വയർ. ആർ സ്ക്വയർ കട്ടായി പോകും, പോയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് 2rx. ഇതാണ് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സർക്കിൾ ഇക്വേഷൻ. സെൻറ്റർ എക്സ് ആക്സിൽ വരുന്ന ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ ഇക്വേഷൻ. ഇതിന് കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഇതിനകത്ത് എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടോ നോക്കിയാൽ മതി. ആർ ഒരെണ്ണമേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്താൽ മതി, ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ എന്ത് വരും? 2x പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽസ് 2rxൻ്റെ ഡെറിവേറ്റീവ് 2r ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഈ വാല്യൂ ഇക്വേഷൻ 1-ൽ ആറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസറായി. Substituting the value of r in the equation number 1, we get x square plus y square equals 2 into r nu pagaram x plus y into dy by dx into x. Option എങ്ങനെയാ? ഓപ്ഷൻ എന്ന് പറയുന്നത് y square equal to എന്നുള്ള ഫോമിലാണ്, അല്ലെങ്കിൽ x square equal to എന്നുള്ള ഫോമിലാണ് അല്ലേ. എങ്ങനെയാണ് വരിക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് 2x സ്ക്വയർ എന്നാവില്ലേ, 2x ഇൻറ്റു എക്സ് പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അല്ലേ. 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് 2xy ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. 2xy ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഓർ y സ്ക്വയർ ഈക്വൽസ് ഈ എക്സ് സ്ക്വയർ ഇപ്പുറത്തേക്ക് എടുത്താൽ 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ പ്ലസ് 2xy ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ആൻസർ ഉണ്ടോ നോക്കിയേ. y സ്ക്വയർ ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 2xy ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ആൻസർ ഉണ്ട് ഓപ്ഷൻ 1 അല്ലേ. y സ്ക്വയർ ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് 2xy ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സർക്കിൾ ഇക്വേഷൻ ആദ്യം കോർഡിനേറ്റ് ജോമെട്രിയിൽ നമ്മൾ പഠിച്ച പ്രകാരം ഉണ്ടാക്കിയെടുക്കണം. ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ളതുകൊണ്ട് ഒറ്റ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യുക, ആ ആർബിട്രറി കോൺസ്റ്റൻ്റ്. അതാണ് മെത്തേഡ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 12, ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽസ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ്ഡ് 2/3. അപ്പോൾ ഓർഡറും ഡിഗ്രിയും, ഓർഡർ എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻവോൾവ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സെക്കൻഡ് ഡെറിവേറ്റീവും ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, ഹയസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവാണ്. അപ്പോൾ ഓർഡർ 2 അല്ലേ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ നമുക്ക് കിട്ടി. സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഓർഡർ 2. ഇനി ഡിഗ്രി വേണം. ഡിഗ്രി പറയണമെങ്കിൽ എപ്പോഴും ഇതുപോലെ തന്നെ റാഡിക്കൽ പവർ, ഒരിക്കലും ഫ്രാക്ഷനൊന്നും വരരുത്, റാഡിക്കലൊന്നും വരരുത്, മൊത്തം ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ അതിനെ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇത് ഹോൾ റേസ് 2/3. ഈ 2/3ൽ 1/3 ഉണ്ട്, അത് ഒഴിവാക്കണമെങ്കിൽ രണ്ട് സൈഡും ക്യൂബ് എടുത്താൽ മതി. രണ്ട് സൈഡും ക്യൂബ് എടുത്താൽ എന്ത് സംഭവിക്കും നോക്കിയേ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ ക്യൂബ് ഈക്വൽസ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ്ഡ് 2/3 ദ ഹോൾ ക്യൂബ് എന്ന് വരും. ക്യൂബ് എടുക്കുമ്പോൾ നമുക്കറിയാം എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ, എ റേസ് ടു എം എൻ. അപ്പോൾ ഇതെന്ത് സംഭവിക്കും? ഇത് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റേസ് 2/3 ഇൻറ്റു 3 എന്ന് വരും. ഇത് 3യും 3യും കട്ടായി പോയി കഴിഞ്ഞാൽ ഇത് ഡി വൈ ദ ഹോൾ സ്ക്വയർ എന്ന് മാത്രമാകും. ഇപ്പോൾ റാഡിക്കൽസ് എല്ലാം പോയി. ഇനി ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഹയസ്റ്റ് പവറാണ് ഡിഗ്രി ആയിട്ട് പറയേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻവോൾവ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെയർ ഓൾ ഡെറിവേറ്റീവ്സ് ആർ ഫ്രീ ഫ്രം റാഡിക്കൽസ് ആൻഡ് ഫ്രാക്ഷൻസ്. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അതിനൊറ്റ പവറേ ഉള്ളൂ 3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3. അപ്പോൾ ഓർഡർ 2 ഡിഗ്രി 3. ആൻസർ അപ്പോൾ എത്രയാണ്?
ഓപ്ഷൻ 3 ആണ്. ഓർഡർ 2, ഡിഗ്രി 3. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 13, സോൾവ് ദ ഫോളോയിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. dy by dx equals 1 plus x plus y plus xy. dy by dx is equal to 1 plus x plus ഈ രണ്ട് ടേംസ് y plus xy യിൽ നിന്ന് ഞാൻ y കോമൺ എടുക്കുന്നു. അങ്ങനെ എടുത്താൽ ഇത് 1 plus x എന്ന് വരില്ലേ? ഇവിടെ ഒരു 1 plus x ഇല്ലേ? ഒരു 1 plus x ഹോൾ കോമൺ എടുത്തൂടെ? അപ്പോൾ ഇതിനെ dy by dx ഈക്വൽസ് ഒരു 1 plus x ഹോൾ കോമൺ എടുത്താൽ ഒരു 1 plus y എന്ന് വരും. ഇനി ഇതിനെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡി വൈയും ഡി എക്സും ഒക്കെ ഒഴിവാക്കുക, വേരിയബിൾ സെപ്പറബിൾ ആക്കിയാൽ പോരെ. ഡി വൈ ഇവിടെ ഉണ്ട്, ഡി വൈയുടെ കൂട്ടത്തിൽ വൈനെ കൊണ്ടുവരിക. അപ്പോൾ ഇപ്പുറത്ത് വരുമ്പോൾ താഴെ വരും. അത് ഈക്വൽസ് 1 plus x ഇവിടെ എക്സിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഡി എക്സ് അപ്പുറത്ത് കൊണ്ടുവരിക. വേരിയബിൾ സെപ്പറബിളായി. ഡി വൈയുടെ കൂട്ടത്തിൽ വൈ മാത്രമായി, ഡി എക്സിൻ്റെ കൂട്ടത്തിൽ എക്സ് മാത്രമായി. അങ്ങനെ വന്നാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിച്ചാൽ മതി രണ്ട് സൈഡും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇത് 1/1 plus y എന്നുള്ള ഫോം. 1/yയുടെ ഇൻ്റഗ്രൽ log y ആ. അപ്പോൾ ഇത് 1/1 plus y ആണ്. അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പം log of 1 plus y എന്ന് വരും. ഈക്വൽസ് ഇത് 1 plus x dx എന്ന് വരും. ഇൻ്റഗ്രൽ 1 എന്ന് പറയുന്നത് x ആ, പ്ലസ് ഇൻ്റഗ്രൽ x എന്ന് പറയുന്നത് x²/2 ആ. പ്ലസ് c ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എങ്ങനെയാ? log of 1 plus y equals x plus x²/2 plus c എന്ന് വരും. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ ആണ്. log of 1 plus y equals x plus x²/2 plus c. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14 എന്താ നോക്കിക്കേ. ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx into x log x plus y equals 2 log x. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? dy by dx പ്ലസ് p of x into y equals q of x. അങ്ങനെ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ പഠിക്കുന്നുണ്ട് e⁻∫ p of x dx ആണ്. അപ്പോൾ ഇവിടെ അതാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ ഇതിനെ ആദ്യം സ്റ്റാൻഡേർഡ് ലീനിയറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. dy by dxൻ്റെ കോഷ്യൻ്റ് 1 ആയിരിക്കണം. ഇവിടെ x log x ഉണ്ട്, അപ്പോൾ അത് കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ വേണ്ടി എല്ലാത്തിനെയും x log x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം ഇത് dy by dx പ്ലസ് y by x log x ഈക്വൽസ് 2 log x by x log x. അത് 2/x എന്ന് മാത്രമാവും. ഇപ്പോൾ ഇത് dy by dx പ്ലസ് p of x into q y ഈക്വൽസ് q of x എന്നുള്ള ഫോമായി. എന്തുവാ p of x എന്ന് പറയുന്നത്? 1/x log x ആണ്. q of x എന്ന് പറയുന്നത് 2/x ആണ്. നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മതി എന്ന് പറയുമ്പോൾ ക്യൂവിൻ്റെ ആവശ്യമില്ല, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്താ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? e⁻∫ p of x dx p dx എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രലല്ലോ e⁻∫ 1/x log x dx എന്നാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ചെയ്യാം. log x-ൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉള്ളതുകൊണ്ട് log x-ന് t കൊടുത്തിട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ കുറച്ചുകൂടി എളുപ്പം e⁻∫ ഇതിനെ 1/x ഡിവൈഡ് ബൈ log x ആയിട്ട് കാണുക. ഇങ്ങനെ ചെയ്യാനുള്ള പ്രയോജനം എന്താ? log x-ൻ്റെ ഡെറിവേറ്റീവാണ് 1/x. ഡിനോമിനേറ്ററിൻ്റെ എക്സാക്ട് ഡെറിവേറ്റീവ് ന്യൂമറേറ്ററായിട്ട് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് log ഓഫ് ഡിനോമിനേറ്റർ ആയിരിക്കും ഇൻ്റഗ്രൽ. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം e⁻log ഓഫ് ഡിനോമിനേറ്റർ log x എന്നാണ്. നേരത്തെ നമ്മൾ പഠിച്ചു ലോഗ് എന്ന് മാത്രം കഴിഞ്ഞാൽ ബേസ് ഇ ആണ്. e⁻log to the base e എഫ് എക്സ് എന്ന് വന്നാൽ എഫ് എക്സ് എന്ന് മാത്രമാണ്.
അപ്പോൾ ഈ ലോഗും ഇയും പോകും. പോയിട്ട് എന്ത് വരും? ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ് എന്ന് മാത്രം. ലോഗ് എക്സ് ടു ദ ബേസ് ഇ ln x എന്നും പറയും കേട്ടോ. ലോഗ് എക്സ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഉണ്ടല്ലോ, ലോഗ് എക്സ് എന്നുള്ള ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ 2. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. എന്താ നോക്കിക്കേ? ക്വസ്റ്റ്യൻ നമ്പർ 16 ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്തിച്ചാൽ മതി. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എക്സ് എടുക്കുക, സെക്കൻഡ് ഫംഗ്ഷനായിട്ട് സീക്ക് സ്ക്വയർ എക്സ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് എന്ന് വരും. ഡി എക്സ് ദാറ്റ് ഈസ് എക്സ് ടാൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് ലോഗ് കോസ് എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ലോഗ് സീക്ക് എക്സ് എന്ന് പറയാം അല്ലേ. മൈനസ് ഇത് 1 ഇൻറ്റു ടാൻ എക്സ് ആ. ഇൻ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറയുന്നത് ലോഗ് സീക്ക് എക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ലോഗ് സീക്ക് എക്സ് പ്ലസ് സി. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഉണ്ടല്ലോ, സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17 ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ്. എങ്ങനെയാണ് ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ചെയ്യേണ്ടത്? നമുക്കറിയാം സൈൻ 3 തീറ്റയിലാണ് സൈൻ ക്യൂബ് വരുന്നത്. എന്താ സൈൻ 3 തീറ്റ എന്ന് പറയുന്നത്? 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ഇതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ ക്യൂബ് ഉണ്ട്, ഇതിന് ഇപ്പുറത്തേക്ക് എടുത്താൽ 4 സൈൻ ക്യൂബ് തീറ്റ. അപ്പം 3 സൈൻ തീറ്റ മൈനസ് സൈൻ 3 തീറ്റ വരും. അപ്പോൾ സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുന്നത് അപ്പോൾ എന്താ? 1/4 ഇൻറ്റു 3 സൈൻ തീറ്റ മൈനസ് സൈൻ 3 തീറ്റ എന്ന് വരും. സോ അപ്പോൾ ഇത് ഇൻ്റഗ്രൽ ഓഫ് 1/4 ഇൻറ്റു 3 സൈൻ തീറ്റ മൈനസ് സൈൻ 3 തീറ്റ എന്ന് വരും. തീറ്റ അല്ല, ഇവിടെ എക്സ് അല്ലേ, അപ്പോൾ 3x എക്സ് 3x എന്നൊക്കെ വരും. ഇൻറ്റു ഡി എക്സ് എന്ന് വരും. 1/4 കോൺസ്റ്റൻ്റാണ്, പുറത്തെടുത്താൽ മതി. പോയിട്ട് ഇൻ്റഗ്രൽ 3 സൈൻ എക്സ്, 3 കോൺസ്റ്റൻ്റാണ്. സൈൻ എക്സ് ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്, അപ്പോൾ ഇത് മൈനസ് 3 കോസ് എക്സ് എന്ന് വരും. മൈനസ് സൈൻ 3x ഇൻ്റഗ്രൽ മൈനസ് കോസ് 3x/3 എന്ന് വരില്ലേ. അപ്പോൾ മൈനസ് മൈനസ് വരുമ്പോൾ ഇത് പ്ലസ് കോസ് 3x ഡിവൈഡ് ബൈ 3 എന്ന് വരും. സോറി, ഇങ്ങനെയല്ല എഴുതുന്നത്, ഹോൾ ബൈ 3 ആട്ടോ. കോസ് 3x ഹോൾ ഡിവൈഡ് ബൈ 3 പ്ലസ് സി എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് 3/4 ഇൻറ്റു കോസ് എക്സ് എന്ന് വരും പ്ലസ് 1/12 അല്ലേ. 1/4 ഇൻറ്റു 1/3 1/12 ഇൻറ്റു കോസ് 3x എന്ന് വരും പ്ലസ് സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. മൈനസ് 3/4 കോസ് എക്സ് പ്ലസ് 1/12 മൈനസ് 3/4 കോസ് എക്സ് പ്ലസ് 1/12 കോസ് 3x പ്ലസ് സി. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. ഇൻ്റഗ്രൽ ടാൻ എക്സ് പ്ലസ് കോട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 2 ടാൻ എക്സ് ഇൻറ്റു കോട്ട് എക്സ് പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് എന്ന് വരും. ഇനി ടാൻ സ്ക്വയർ എക്സിന് ഇൻ്റഗ്രലില്ല, പക്ഷേ സീക്ക് സ്ക്വയർ എക്സിന് ഇൻ്റഗ്രലുണ്ട്. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സാണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി പ്രകാരം ഈ ടാൻ സ്ക്വയർ എക്സിനെ സീക്ക് സ്ക്വയർ എക്സ് -1 എന്ന് എഴുതി കൂടെ. പ്ലസ് ഇത് കോട്ട് എക്സ് എന്ന് വെച്ചാൽ 1/tan x ആണ്. അപ്പോൾ ഇത് ടാൻ എക്സിൻ്റെ കോട്ട് എക്സ് ക്യാൻസലായി പോകും, 1 പോയിട്ട് 2 എന്ന് മാത്രം. പ്ലസ് ഈ കോട്ട് എക്സിനെ നമുക്ക് കൊസീക്ക് സ്ക്വയർ എക്സ് -1 എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടല്ലോ.
ടാൻ സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എഴുതി, കോട്ട് സ്ക്വയർ എക്സ് കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതി, ടാൻ എക്സ് ഇൻറ്റു കോട്ട് എക്സ് 1/tan എക്സ് ആയതുകൊണ്ട് രണ്ടും കട്ടായി പോയിട്ട് 2 മാത്രം. ഇപ്പോൾ അതാ -1 + -1 -2 + 2 കട്ടായി പോവില്ലേ? പോയിട്ട് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് കൊസീക്ക് സ്ക്വയർ എക്സ് എന്ന് മാത്രം. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്. ഇൻ്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോട്ട് എക്സ് ആണ്. പ്ലസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. ടാൻ എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19 നമുക്ക് പോകാം. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 19 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് g'(x/gx²). ഇവിടെ gxൻ്റെ ഡെറിവേറ്റീവ് അല്ലേ g'(x). അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. പുട്ട് gx = t കൊടുക്കാം. അന്നേരം ഡിഫറൻഷ്യൽസ് എടുത്താൽ g'(x dx) എന്ന് പറയുന്നത് dt എന്നാകും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് g'(x dx) dt ഡിവൈഡ് ബൈ gxt. അപ്പോൾ gx² എന്ന് പറയുമ്പോൾ t². ഇതും 1/t². നമുക്ക് t⁻² dt എന്ന് എഴുതാം. t⁻n എന്നുള്ള ഫോം. ഇൻ്റഗ്രൽ t⁻n + 1/n+1 ആണ്. അപ്പോൾ t⁻²ൻ്റെ ഇൻ്റഗ്രൽ t⁻² + 1 t⁻−1/-1 എന്ന് വരും. പ്ലസ് സി എന്ന് പറഞ്ഞാൽ -1/t + c. -1/t എന്ന് പറയുന്നത് ആരാ? gx പ്ലസ് c is the answer. ഓപ്ഷൻ നോക്കിക്കേ. -1/gx + c. തേർഡ് ഓപ്ഷൻ is the correct answer. -1/gx + c. തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 20 നമുക്ക് പോകാം. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 20 ഇൻ്റഗ്രൽ ഓഫ് √tan x ഡിവൈഡ് ബൈ sin x ഇൻറ്റു cos x. എങ്ങനെയാ sin x ഇൻറ്റു cos x? നമുക്ക് എല്ലാത്തിനെയും √tan x നമുക്ക് മാറ്റാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ ഒരു sin x ഉള്ളത് കൊണ്ട് tan x മാറ്റാൻ ഒരു cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക ഡിനോമിനേറ്ററിൽ. സോ √tan x എല്ലാത്തിനെയും tan x മാറ്റാൻ വേണ്ടിയാണ്. കാരണം ഓപ്ഷൻസ് എല്ലാം tan x-ൻ്റെയും cot x-ൻ്റെയും ഫോമില. അതുകൊണ്ടാണ്. അപ്പോൾ √tan x ബൈ ഇവിടെ sin x ഉള്ളത് കൊണ്ട് ഈ sin x-നെ ഒരു cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. cos x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനെ നമ്മൾ മൾട്ടിപ്ലൈയും കൂടി ചെയ്യണം. ഇവിടെ തന്നെ cos x കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ അവിടെ ഓൾറെഡി ഒരു cos x കൂടി ഉണ്ട്. ചെയ്ത മനസ്സിലായോ? √tan x ബൈ sin x × cos x അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം ഇതിനെ ടാൻ ആക്കാൻ വേണ്ടി ഒരു cos x കൊണ്ട് ഡിവൈഡ് ചെയ്തു മൾട്ടിപ്ലൈയും ചെയ്തു. ഇപ്പം ഇത് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ √tan x ഡിവൈഡ് ബൈ sin x ബൈ cos x tan x ഇൻറ്റു ഒരു cos x × cos x ഉണ്ട്. cos x × cos x cos² x. അപ്പോൾ 1/cos² x എന്നാവും. 1/cos² x എന്ന് പറഞ്ഞാൽ അത് sec² x. ദാറ്റ് ഈസ് എന്താണ് സംഭവം? ഇൻ്റഗ്രൽ √tan x ബൈ tan x എന്ന് പറഞ്ഞാൽ 1/√tan x ഇൻറ്റു sec² x dx എന്നായി. tan x-ൻ്റെ ഡെറിവേറ്റീവ് അല്ലേ sec² x. tan x-ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പോരെ. tan x-ന് t ഇട്ട് കൊടുക്കുക. sec² x dx എന്ന് പറയുന്നത് dt ആവും. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 1/√t ഇൻറ്റു dt. എന്താ 1/√t എന്ന് വെച്ചാൽ 1/√tയുടെ ഇൻ്റഗ്രൽ എന്താ? 2√t. കാരണം ഇത് t⁻−1/2. അപ്പോൾ t⁻−1/2 + 1/−1/2 + 1 അതായത് t⁻1/2 √t/1/2 എന്ന് പറയുമ്പോൾ 2√t + c എന്ന് വരും. ദാറ്റ് ഈസ് 2√t എന്ന് പറയുന്നത് tan x ആണ് പ്ലസ് c ആണ് ആൻസർ. കേട്ടോ? 2√tan x + c.
Second option gives the correct answer. 2 root tan x plus c is the correct answer. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 21, ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് മൈനസ് 7x പ്ലസ് 6 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3 എക്സ് സ്ക്വയർ പ്ലസ് 3x എന്ന് വരും. എന്താ ചെയ്യേണ്ടത്? ഒരു ക്യൂബിക് പോളിനോമിയലിനെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വന്നിരിക്കുന്നു. അങ്ങനെ എന്നാൽ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ എക്സ് ക്യൂബ് എക്സ് സ്ക്വയറിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് 0x² എന്ന് എഴുതുക. മൈനസ് 7x പ്ലസ് 6 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x. ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ എക്സ് എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് സ്ക്വയർ പ്ലസ് 3x² എന്ന് വരും. സബ്ട്രാക്ട് ചെയ്യുമ്പം മൈനസ് 3x² മൈനസ് 7x പ്ലസ് 6. അഗെയിൻ മൈനസ് 3x² എക്സ് സ്ക്വയറിന് ഡിവൈഡ് ചെയ്യുക. മൈനസ് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൈനസ് 3x² മൈനസ് 9x എന്ന് വരും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2x പ്ലസ് 6 എന്ന് വരും. ഇനി ഡിവൈഡ് ചെയ്യാനില്ല, കാരണം ഡിഗ്രി കുറഞ്ഞു. ഇത് റിമൈൻഡറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്യുക. എങ്ങനെ ഡിവിഷൻ അൽഗോരിതം? ഡിവിഡൻഡ് ബൈ ഡിവൈസർ ഈക്വൽസ് കോഷ്യൻറ്റ്. കോഷ്യൻ്റ് എന്ന് പറഞ്ഞത് x മൈനസ് 3 പ്ലസ് റിമൈൻഡർ എന്ന് പറഞ്ഞത് 2x പ്ലസ് 6 ഡിവൈഡഡ് ബൈ ഡിവൈസർ എന്ന് പറഞ്ഞത് x² പ്ലസ് 3x ഇൻറ്റു dx എന്ന് വരും. ആദ്യത്തെ രണ്ടെണ്ണം ഓക്കെ അല്ലേ? ഇൻ്റഗ്രൽ എക്സ് എന്ന് പറയുന്നത് x²/2 എന്ന് വരും. മൈനസ് ഇൻ്റഗ്രൽ 3 എന്ന് പറയുന്നത് 3x എന്ന് വരും. പ്ലസ് ഇതിൻ്റെ ഇൻ്റഗ്രലാണ് ഇനിയുള്ളത്. എങ്ങനെ ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇവിടുന്ന് 2 പുറത്തെടുത്താൽ പോരെ. 2 പുറത്തെടുത്താൽ ഇത് x പ്ലസ് 3 ഡിവൈഡ് ബൈ x² പ്ലസ് 3x എന്ന് വരും. ശരിയല്ലേ? 2 പുറത്തെടുത്താൽ അല്ലെങ്കിൽ 2x പ്ലസ് x² പ്ലസ് 3x ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു ഇത് x പ്ലസ് 3 dx എന്ന് വരും. എന്ത് ചെയ്താൽ മതി? 2x പ്ലസ് 3 എന്നാണ് വരേണ്ടത്. പക്ഷേ 2x പ്ലസ് 6 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? സ്പ്ലിറ്റ് ചെയ്യുക രണ്ടായിട്ട്, വേറെ ഒന്നും ചെയ്യാനില്ല. 2 അപ്പോൾ പുറത്തെടുക്കണ്ട. ഇതിനെ നമുക്ക് 2x പ്ലസ് 3 ആയിട്ട് കാണുക. അതാണ് നല്ലത്. എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്താൽ എന്ത് വരും? ഇത് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞതാ, അങ്ങനെ തന്നെ വെച്ചേക്കാം. ഇൻ്റഗ്രൽ ഇത് 2x പ്ലസ് 3 ബൈ x² പ്ലസ് 3x dx ഒരെണ്ണം പ്ലസ് ഇൻ്റഗ്രൽ 3 ഡിവൈഡ് ബൈ x² പ്ലസ് 3x എന്ന് വരും. ദാറ്റ് ഈസ് ഇത് x²/2 മൈനസ് 3x പ്ലസ് ഇതെന്താ വന്നിരിക്കുന്നത്? ഡിനോമിനേറ്ററിന് നേരെ ഡെറിവേറ്റീവ് ആയില്ലേ? x² ഡെറിവേറ്റീവ് 2x പ്ലസ് 3x ഇൻ്റഗ്രൽ 3. അപ്പോൾ ഇത് ലോഗ് ഓഫ് x² പ്ലസ് 3x എന്ന് വരും. പ്ലസ് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാം. ഇൻ്റഗ്രൽ 3 ഡിവൈഡ് ബൈ ഇത് x ഇൻറ്റു x പ്ലസ് 3 എന്ന് വരും. അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കിയാൽ മതി. എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുമ്പം ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പ്ലസ് ഇൻ്റഗ്രൽ എക്സ് മാത്രം വരുന്നത് എടുക്കാൻ എക്സിന് 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് 3/3 1 വരും. അപ്പോൾ 1/x പ്ലസ് ഇത് x പ്ലസ് 3 മാത്രം വരുന്നത്. എക്സിന് -3 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ -1/, എന്ന് വരും. പാർഷ്യൽ ഫ്രാക്ഷൻ എന്താ വരിക? ദിസ് ഈസ് x²/2 മൈനസ് 3x പ്ലസ് log ഓഫ് x² പ്ലസ് 3x പ്ലസ് 1/xൻ്റെത് log x എന്ന് വരും. മൈനസ് ഇത് log ഓഫ് x പ്ലസ് 3 എന്ന് വരും. പ്ലസ് സി. ആൻസർ പക്ഷേ ഇല്ല അല്ലേ? ഇത്രയും വലിയ ആൻസർ ഇല്ല.
ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ആ ലോഗിൻ്റെ റൂൾസ് വെച്ച ഈ 3 ടേംസ് സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാം log a പ്ലസ് log b എന്ന് പറയുന്നത് log a b ആണ് അല്ലേ. log a മൈനസ് log b എന്ന് പറയുമ്പോൾ log a ബൈ b ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x²/2 മൈനസ് 3x പ്ലസ് ഇത് log ഓഫ് x² പ്ലസ് 3x ഇൻറ്റു x ഡിവൈഡഡ് ബൈ x പ്ലസ് 3 പ്ലസ് c എന്ന് എഴുതാൻ പറ്റും. That is ഇത് x²/2 മൈനസ് 3x പ്ലസ് log ഓഫ് ഒരു x കോമൺ എടുത്താൽ x ഇൻറ്റു x പ്ലസ് 3 ഇൻറ്റു x. അപ്പോൾ x² എന്നാകും ബൈ x പ്ലസ് 3 എന്ന് വരും. ഒരു x പ്ലസ് 3 കട്ടായി പോകുമ്പോൾ log x² നമുക്ക് 2 log x എന്ന് എഴുതി കൂടെ. ആൻസർ ആയില്ലേ നോക്കിക്കേ. x²/2 മൈനസ് 3x പ്ലസ് 2 log x പ്ലസ് c. ഇതാണ് ആൻസർ. ഓപ്ഷൻ 4 അല്ലേ? 4th ഓപ്ഷനാണ് ആൻസർ. x²/2 മൈനസ് 3x പ്ലസ് 2 log mod x പ്ലസ് c. ഇതാണ് ആൻസർ. മനസ്സിലായോ? ഓക്കെ ആണോ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കിക്കേ. ഇൻ്റഗ്രൽ x² പ്ലസ് 1 ഡിവൈഡഡ് ബൈ x² പ്ലസ് 4. ഇൻ്റഗ്രൽ x² പ്ലസ് 1 ബൈ x² പ്ലസ് 4. ഇവിടെയും ഡിഗ്രി കൂടുതൽ ന്യൂമറേറ്ററിലാണ്. അപ്പോൾ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്? എക്സ്പാൻഡ് അല്ല, ഡിവൈഡ് ചെയ്യുക. x⁴ പ്ലസ് 0x³ പ്ലസ് 0x² പ്ലസ് 0x പ്ലസ് 1 എന്ന് എഴുതുക. ഡിവൈഡ് ബൈ x² പ്ലസ് 1. ഡിവൈഡ് ചെയ്യുമ്പം x⁴ ബൈ x² ഡിവൈഡ് ചെയ്യുമ്പോൾ x² എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇത് x⁴ പ്ലസ് x². അപ്പോൾ ഇവിടെ x² താഴെ എഴുതിയാൽ മതി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് x² പ്ലസ് 1 എന്ന് കിട്ടും. എഗെയിൻ ഡിവൈഡ് ചെയ്യുക. മൈനസ് x²നെ x² ഡിവൈഡ് ചെയ്യുമ്പോൾ -1, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x² -1 മൊത്തം 2 എന്ന് വരും റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഇതിനെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ ഡിവിഷൻ അൽഗോരിതം ഡിവിഡൻഡ് ബൈ ഡിവൈസർ ഈക്വൽസ് കോഷ്യൻ്റ് എന്ന് പറയുന്നത് x² -1 ആണ് പ്ലസ് റിമൈൻഡർ 2 ആണ് ഡിവൈഡ് ബൈ ഡിവൈസർ x² പ്ലസ് 1 ആണ് ഹോൾ ഇൻറ്റു dx എന്ന് വരും. വളരെ സിമ്പിളായി. ഇൻ്റഗ്രൽ x² എന്ന് പറയുന്നത് x³ / 3 അല്ലേ. മൈനസ് ഇൻ്റഗ്രൽ 1 എന്ന് പറയുന്നത് x അല്ലേ. പ്ലസ് 2 കോൺസ്റ്റൻ്റ് ആണ്. പോയിട്ട് ഇൻ്റഗ്രൽ 1/1 പ്ലസ് x². 1/x² പ്ലസ് 1 എന്ന് വെച്ചാൽ 1/1 പ്ലസ് x². എന്താ ഇൻ്റഗ്രൽ 1/1 പ്ലസ് x²? അത് ടാൻ ഇൻവേഴ്സ് x ആണ്. പ്ലസ് c ഇട്ടാൽ ആൻസറായി. ഓപ്ഷൻ നോക്കിക്കേ. x³ / 3 മൈനസ് x പ്ലസ് 2 ടാൻ ഇൻവേഴ്സ് അല്ലേ x. 4th ഓപ്ഷൻ അല്ലേ നോക്കിക്കേ ആൻസർ. 4th ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. x³ / 3 മൈനസ് x പ്ലസ് 2 ടാൻ ഇൻവേഴ്സ് x പ്ലസ് c. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 23. ഇൻ്റഗ്രൽ ടാൻ x പ്ലസ് കോട്ട് x. എങ്ങനെ ഇൻ്റഗ്രൽ ടാൻ x പ്ലസ് കോട്ട് x ചെയ്യേണ്ടത്? ടാൻ x പ്ലസ് കോട്ട് എക്സിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ടാൻ എക്സിനെ സൈൻ x ബൈ കോസ് x എന്ന് എഴുതുക. കോട്ട് എക്സിനെ കോസ് x ബൈ സൈൻ x എന്ന് എഴുതാം. LCM എടുക്കാം അല്ലേ. LCM എടുത്താൽ സൈൻ x കോസ് x അപ്പോൺ sin² x പ്ലസ് cos² x എന്നാവില്ലേ. sin² x പ്ലസ് cos² x എപ്പോഴും 1. അപ്പം ന്യൂമറേറ്റർ 1 എന്ന് മാത്രം എഴുതിയാൽ പോരെ. ഇനി 2 sin x cos x sin 2x ആ. അപ്പം അങ്ങനെ വരാൻ വേണ്ടി ഡിനോമിനേറ്ററിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിലെ 2 പുറത്തെടുക്കാം. പോയിട്ട് ഇൻ്റഗ്രൽ 1/2 sin x cos x എന്ന് വെച്ചാൽ sin 2x ആ. dx 1/sin 2x എന്ന് പറയുന്നത് എന്തുവാണ്?
കൊസീക്ക. അപ്പോൾ ഇൻ്റഗ്രൽ കൊസീക്ക് 2x എന്നായി പോയി. നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻ്റഗ്രൽ കൊസീക്ക് എക്സിനെ ലോഗ് ടാൻ x/2 എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ കൊസീക്ക് 2x എന്ന് പറയുന്നത് ലോഗ് ടാൻ 2x/2. 2x/2 എന്ന് വെച്ചാൽ x ആണ്. സോ ആൻസർ 2 log tan x. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. 2 log tan x. ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് എന്ന് വരും. ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് ലോഗ് ടാൻ x/2. ഒരു /2 കൂടി ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മൾ വിട്ടുപോയി. ഇവിടെ നമുക്ക് എക്സ് അല്ല പിന്നെന്താ 2x. അപ്പോൾ ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് ആണ് ലോഗ് ടാൻ x/2. ഇൻ്റഗ്രൽ കൊസീക്ക് 2x ആകുമ്പോൾ ലോഗ് ടാൻ 2x/2x /2 അഥവാ ഇൻറ്റു 1/2 കൂടി ചെയ്യണം. അപ്പോൾ ഈ 2ഉം കട്ടായി പോകും. ആൻസർ അപ്പോൾ എത്ര കിട്ടും? ലോഗ് ഓഫ് ടാൻ എക്സ് എന്ന് മാത്രം. ആൻസർ ഉണ്ടോ? ലോഗ് ടാൻ എക്സ് എന്നുള്ള ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ ഗീവ്സ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 24 ഇതാ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 24 ഇൻ്റഗ്രൽ dx/x ഇൻറ്റു x⁻⁷+1. അതായത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്താ വരിക? dx x/8 എന്ന് വരും. ഒരു x⁸ കോമൺ ഫാക്ടർ എടുക്കാം. എന്തുവരും? x⁸ കോമൺ ഫാക്ടർ എടുത്താൽ x⁸ ഇൻറ്റു ഇത് 1 പ്ലസ് x/x⁸ x⁻⁷ എന്ന് വരും. കറക്റ്റ് അല്ലേ? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ. ഇത് മേളിൽ പോകും. x⁻⁸ എന്ന് എഴുതിയാൽ പോലെ മുകളിൽ എഴുതുമ്പോൾ ബൈ 1 പ്ലസ് x⁻⁷. എന്താ നോക്കിക്കേ? ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. x⁻⁷ ഡെറിവേറ്റീവ് എന്താ? -7 x⁻⁻7 അല്ലേ? nx⁻n-1. അപ്പോൾ ഇത് -7 x⁻⁻8 ഇതാണ് ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ്. ന്യൂമറേറ്ററിൽ ഒരു -7ൻ്റെ കുറവുണ്ട്. എക്സാക്ട് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഒരു -7 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. പുറത്തും ഒരു -1/7 ഇട്ടാൽ മതി. അപ്പോൾ എത്ര വരും? -1/7 ഇൻറ്റു ഇതിൻ്റെ നേരെ ഡെറിവേറ്റീവ്, ഡിനോമിനേറ്റർ നേരെ ഡെറിവേറ്റീവായി. അങ്ങനെ വന്നാൽ ലോഗ് ഡിനോമിനേറ്ററാണ് പ്ലസ് സി. ആൻസർ പക്ഷേ ഇങ്ങനെയല്ല. മൈനസൊക്കെ മാറ്റി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. 2 സ്റ്റെപ്പ് കൂടി ചെയ്താൽ മതി. -1/7 ഇൻറ്റു ഇത് ലോഗ് ഓഫ് x⁻⁷ 1/x⁻⁷ എന്ന് എഴുതാം. ഒരു x⁻⁷ LCM എടുത്താൽ x⁻⁷ +1 എന്ന് വരും. ഇനി മൈനസ് കളയണം. നമുക്കൊരു ലോ ഉണ്ട്. -log a എന്നുള്ളത് log ഓഫ് 1/a. കാരണം log 1/a log 1 - log a. log 1 0 അപ്പോൾ -log a എന്ന് വരും. അപ്പോൾ ഈ മൈനസ് കളയണമെങ്കിൽ ലോഗ് അകത്ത് റെസിപ്രോക്കൽ എഴുതിയാൽ മതി. x⁻⁷ +1 + c. ദിസ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. 1/7 ലോഗ് x⁻⁷ അല്ലേ? x⁻⁷ +1. ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 4 ഗീവ്സ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? നമ്പർ 25 നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 25. ഇൻ്റഗ്രൽ ഓഫ് 1 + cos 4x by cot x - tan x dx equals a cos 4x + b. Then the value of a is. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇൻ്റഗ്രൽ ഓഫ് ഈ 1 + cos x എന്ന് പറയുന്നത് എന്തുവാ? 1 + cos 4x എന്ന് പറയുന്നത് 2 cos square 2x. എന്താ കാരണം? നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് ട്രിഗ്നോമെട്രിയിൽ. 1 + cos θ 2 cos square θ/2. ഇവിടെ θ ആയിട്ട് 4x. അപ്പോൾ 2 cos square 4x/2 2x എന്ന് പറയും. ഡിവൈഡ് ബൈ ഈ cot x - tan x എന്താണ്?
കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 1/tan x ആണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ cos x/sin x എന്ന് എഴുതാം. മൈനസ് tan x എന്ന് വെച്ചാൽ sin x/cos x ആണ്. LCM എടുക്കുക. sin x cos x അപ്പോൺ ഇത് cos square x മൈനസ് sin square x എന്ന് വരും. cos square x മൈനസ് sin square x എന്ന് വെച്ചാൽ cos 2x ഡിവൈഡ് ബൈ sin x cos x. എന്താ ഈ sin x cos x എന്ന് പറയുന്നത്? അത് ഹാഫ് ഓഫ് sin 2x ആണ്. ഹാഫ് മേളിൽ പോകുമ്പം 2 cos 2x ബൈ sin 2x എന്ന് വരും. സോ കോട്ട് എക്സ് മൈനസ് സൈൻ എക്സിനെ അപ്പോൾ നമുക്ക് 2 cos 2x ബൈ sin 2x എന്ന് എഴുതാം. മുകളിൽ എഴുതിയാൽ പോരെ, ഇൻറ്റു sin 2x dx എന്ന് വരും. ഒരു 2 കട്ട് ചെയ്ത് കളയാം, ഒരു cos 2x കട്ട് ചെയ്ത് കളയാം. പോയിട്ട് എന്താ മിച്ചം? ഇൻ്റഗ്രൽ sin 2x ഇൻറ്റു cos 2x എന്നാണ് മിച്ചം. ഇത് വീണ്ടും sin a cos a എന്നുള്ള ഫോമാണ്. 2 sin a cos a ആണെങ്കിൽ അത് sin 2a ആണ്. അപ്പോൾ ഇത് sin a cos a ഹാഫ് ഇട്ട് കൊടുത്താൽ അപ്പോൾ 2 ഇല്ലാത്തതുകൊണ്ട് ഹാഫ് ഓഫ് സൈൻ ഓഫ് 2a. 2 ഇൻറ്റു a ഇവിടെ 2x ആണ്. 2 ഇൻറ്റു 2x 4x എന്ന് വരും. ദാറ്റ് ഈസ് 1/2 കോമൺ എടുത്താൽ ഇൻ്റഗ്രൽ സൈൻ 4x. എന്താ ഇൻ്റഗ്രൽ സൈൻ 4x? മൈനസ് കോസ് 4x ഡിവൈഡഡ് ബൈ 4. സോ ഫൈനൽ ആൻസർ മൈനസ് 1/8 ഇൻറ്റു കോസ് 4x പ്ലസ് സി. തന്നിരിക്കുന്നത് എങ്ങനെയാണ് ആൻസർ? ഇത് എ കോസ് 4x പ്ലസ് ബി എന്നാണ്. ഇപ്പോൾ സിക്ക് പകരം ബി എന്നിട്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ ആവേണ്ടത് കോസ് 4xൻ്റെ കോഷ്യൻ്റ് ആവേണ്ടത് മൈനസ് 1/8 അല്ലേ ആൻസർ? മൈനസ് 1/8 എന്ന് പറയുമ്പം ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ അല്ല, എല്ലാം നമ്മൾ NCERT ബേസ്ഡ് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ആൻസറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 26. ഇൻ്റഗ്രൽ cos 2x ഇൻറ്റു sin 4x dx. ഇത് sin a cos b എന്നുള്ള ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രിഗ്നോമെട്രിയിൽ ഫോമുല ഉണ്ട്. sin a ഇൻറ്റു cos b എന്ന് വന്നാൽ അത് ഹാഫ് ഓഫ് sin a പ്ലസ് b പ്ലസ് sin a മൈനസ് b എന്നാണ്. നമ്മളെ ഫോമുലയാണിത്. sin a cos b എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് sin a പ്ലസ് ബി പ്ലസ് sin a മൈനസ് ബി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഇൻ്റഗ്രൽ അപ്പം എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ എ എപ്പോഴും ലാർജ് ആംഗിൾ എടുത്താൽ നല്ലത്, തിരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. എ ആയിട്ട് 4x, ബി ആയിട്ട് 2x. അപ്പോൾ sin a cos b, അപ്പോൾ അത് ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി 4x പ്ലസ് 2x 6x പ്ലസ് സൈൻ ഓഫ് 4x മൈനസ് 2x 2x എന്ന് പറയും. ഹാഫ് കോൺസ്റ്റന്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസറാണ്. ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ 6x അത് മൈനസ് കോസ് 6x ബൈ 6 വേണം. വീണ്ടും ഇത് മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 2 വേണം. പ്ലസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. 1/2 ഇൻറ്റു ഒരു 6 പുറത്തെടുക്കുക അല്ലേ, കാരണം എല്ലായിടത്തും 1/12 അല്ലേ. അപ്പോൾ ഒരു 6 കൂടി പുറത്തെടുത്താൽ ഇത് 1/12 ഇൻറ്റു മൈനസ് കോസ് 6x മൈനസ് 1/6 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 6/2 എന്ന് പറയുമ്പോൾ 3 എന്ന് വരും. കോസ് 2x 1/6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാണ് സംഭവം. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. 1/12 ഇൻറ്റു മൈനസ് കോസ് 6x 1/12 ഇൻറ്റു മൈനസ് കോസ് 6x അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഒരു മൈനസും കൂടി പുറത്തെടുക്കാം. ഒരു മൈനസും കൂടി പുറത്തെടുത്താൽ ഇത് പ്ലസ് ആകും, ഇതും പ്ലസ് ആകും. അപ്പോൾ മൈനസ് 1/12 ഇൻറ്റു കോസ് 6x പ്ലസ് 3 കോസ് 2x. ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ ആൻസർ? ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ.
ഈ ഫോമുല ട്രിഗ്നോമെട്രി ആണെങ്കിൽ ട്രിഗ്നോമെട്രിയുടെ ഫോമുലാസ് വെച്ച് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഗോ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 27. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് റേസ് ടു 4x. സിമ്പിൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഈ കോസ് റേസ് ടു 4xനെ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ആയിട്ട് കാണുക. അതിൽ ഈ സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ എക്സ് അല്ലേ. ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് എന്നാകും ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പം ടാൻ എക്സിന് ടി ഇട്ട് കൊടുക്കുക. അന്നേരം സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി എന്നാകും. ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്നാകും. ഇൻ്റഗ്രൽ ടി സ്ക്വയർ എന്ന് പറയുന്നത് ടി ക്യൂബ് ബൈ 3 പ്ലസ് സി ടി ടാൻ എക്സ്. അപ്പം ടാൻ എക്സിൻ്റെ ക്യൂബ് ടാൻ എക്സ് ക്യൂബ് എക്സ് ഡിവൈഡ് ബൈ 3 പ്ലസ് സി. ദിസ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. ടാൻ ക്യൂബ് എക്സ് ബൈ 3 പ്ലസ് സി. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 28. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇൻ്റഗ്രൽ ഇ റൈസ് ടു മൈനസ് ലോഗ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ ഇ റൈസ് ടു ഈ മൈനസ് ലോഗ് എക്സിനെ ഞാൻ നേരത്തെ പറഞ്ഞു അത് ലോഗ് 1 ബൈ എക്സ് അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇൻ്റഗ്രൽ മൈനസ് ലോഗ് എ എന്ന് പറയുന്നത് ലോഗ് 1 ബൈ എ ആണ്. ദാ മൈനസ് ലോഗ് എ എന്ന് പറയുന്നത് ലോഗ് 1 ബൈ എ ആണ്. അപ്പോൾ മൈനസ് ലോഗ് എക്സിനെ ലോഗ് 1 ബൈ എക്സിന് ഇടാം. കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇ റൈസ് ടു ലോഗ് വന്നാൽ രണ്ടും പോകും, പോയിട്ട് ഇത് മാത്രം. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്ന് മാത്രം. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോഗ് എക്സ് പ്ലസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്പർ 29ലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 29. ഇൻ്റഗ്രൽ 0 to 1 ഡി എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. എന്താ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ അത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഫ്രം 0 to 1 ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുത്താൽ ഇത് സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് പൈ ബൈ 2. സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറയുന്നത് 0. പൈ ബൈ 2 മൈനസ് 0. പൈ ബൈ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്പർ 30. ഇഫ് integral 0 to a 3x square dx equal to 8, then what is the value of a? എന്തുവാ ഇൻ്റഗ്രൽ 3x സ്ക്വയർ 3 കോൺസ്റ്റൻറ്റ് പോയിട്ട് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എടുത്താൽ മതി. എക്സ് ക്യൂബ് ബൈ 3. ആ 3 3 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എക്സ് ക്യൂബാണ് ഇതിൻ്റെ ഇൻ്റഗ്രൽ. ഫ്രം 0 to a ഇതാണ് 8 ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പർ ലിമിറ്റ് കൊടുത്താൽ എ ക്യൂബ് മൈനസ് 0 ക്യൂബ് 0 ക്യൂബ് 0 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എ ക്യൂബ് ഈക്വൽ ടു 8 എന്ന് വരും. എ ക്യൂബ് ഈക്വൽ ടു 8 ആണെങ്കിൽ എ അപ്പോൾ എത്രയാ ക്യൂബ് റൂട്ട് ഓഫ് 8. 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 31ലേക്ക് പോകാം. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽസ് പൈ ബൈ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ഇൻറ്റു ബി പ്ലസ് സി ഇൻറ്റു സി പ്ലസ് എ എന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 9 ഇതിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് സി സ്ക്വയറിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത്. ഇത് കാണാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഇല്ല. ഒരു കാര്യം ചെയ്യാം, എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി മുകളിലൊരു എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 0 എന്ന് എഴുതിയാൽ കുഴപ്പമില്ലല്ലോ. ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4നെ എക്സ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 9നെ എക്സ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് എഴുതാം.
ഈ എക്സ് സ്ക്വയർ പ്ലസ് സീറോനെ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് സീറോ സ്ക്വയർ എന്ന് കാണുക. അതായത് ഇതേ ഫോം ആയില്ലേ. എ സ്ക്വയറിന് പകരം സീറോ സ്ക്വയർ, ബി സ്ക്വയറിന് പകരം 2 സ്ക്വയർ, സി സ്ക്വയറിന് പകരം 3 എന്ന് പറഞ്ഞാൽ എ 0 ആണ്, ബി 2 ആണ്, സി 3 ആണ്. അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇതാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ അപ്പോൾ എത്രയാ? π/2 ഇൻറ്റു എ പ്ലസ് ബി 0 പ്ലസ് 2 ഇൻറ്റു ബി പ്ലസ് സി 2 പ്ലസ് 3 ഇൻറ്റു സി പ്ലസ് എ 3 പ്ലസ് 0 എന്ന് വരും. What is the answer? π/2 into 2 into 5 into 3 അല്ലേ? 2 into 2 into 3 2 5 5 into 3 2 4 4 5 20 28 3 60 π/60 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഉണ്ടോ? π/60 ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 32 ഇതാണ് നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 32 ഇൻ്റഗ്രൽ 0 to 1 x into 1 minus x the whole raised to n. നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ 0 to a f of x dx എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to a f of a minus x dx ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to 1 എക്സ് കാണുന്ന എല്ലായിടത്തും എ മൈനസ് എക്സ്, അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്, ഇവിടെ അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പോൾ ഇത് 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് ഓഫ് ഈ എക്സിന് പകരവും 1 മൈനസ് എക്സ് ദ ഹോൾ റേസ് ടു n എന്ന് വരും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 1 മൈനസ് എക്സ് ഇൻറ്റു ഇത് 1 മൈനസ് 1 പ്ലസ് എക്സ്, 1ഉം മൈനസ് 1ഉം കട്ടായി പോകും, എക്സ് മാത്രം എക്സ് റേസ് ടു n dx എന്ന് വരും. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തുകൂടെ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇത് എക്സ് റേസ് ടു n മൈനസ് എക്സ് റേസ് ടു n പ്ലസ് 1 dx എന്ന് വരും. എന്താ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു n? എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 മൈനസ് എക്സ് റേസ് ടു n പ്ലസ് 1 പ്ലസ് 1 n പ്ലസ് 2 ഡിവൈഡ് ബൈ n പ്ലസ് 2 ഫ്രം 0 to 1 എന്ന് വരും. ആദ്യം അപ്പർ ലിമിറ്റ് 1 കൊടുക്കുക. അപ്പോൾ 1 റേസ് ടു n പ്ലസ് 1, 1ൻ്റെ പവറായിട്ട് എന്ത് വന്നാലും 1 ആണ്. അപ്പോൾ ഇത് 1 ബൈ n പ്ലസ് 1 മൈനസ് 1 ബൈ n പ്ലസ് 2 മൈനസ് എക്സിന് 0 ഇട്ട് കൊടുത്താൽ ഇത് 0 ബൈ n പ്ലസ് 1 0 0 ബൈ n പ്ലസ് 2 0. അപ്പോൾ ഇതിലെ ആൻസർ 1 ബൈ n പ്ലസ് 1 മൈനസ് 1 ബൈ n പ്ലസ് 2 ആണ് ആൻസർ. LCM എടുക്കേണ്ടി വരും. n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 LCM എടുത്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം n പ്ലസ് 2 മൈനസ് n പ്ലസ് 1 എന്ന് വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ n മൈനസ് n കട്ടായി പോവും. പോയിട്ട് 2 മൈനസ് 1 1 എന്ന് വരും. സോ ആൻസർ 1 ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2. ദിസ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. 1 ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 33ലേക്ക് പോകാം. ഇതാണ് നോക്കിക്കേ ക്വസ്റ്റ്യൻ നമ്പർ 33. ഇഫ് ഇൻ്റഗ്രൽ x into f of sin x dx equals capital A into integral 0 to pi by 2 f of sin x dx then A is. നമുക്കിപ്പോൾ ആദ്യം ഇതിന് I എന്ന് പേര് വിളിക്കാം. I ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to pi x into f of sin x dx. നമ്മുടെ പ്രോപ്പർട്ടി 4 തന്നെ യൂസ് ചെയ്യുക. നേരത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇൻ്റഗ്രൽ 0 to a f of x dx ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to a f of a മൈനസ് എക്സ് ഡി എക്സ്. ഈ പ്രോപ്പർട്ടി തന്നെ ഇവിടെയും യൂസ് ചെയ്യുക. എന്താ പറയുക, ഇവിടെ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ ഇത് ഇൻ്റഗ്രൽ 0 to പൈ എക്സ് കാണുന്ന എല്ലായിടത്തും പൈ മൈനസ് എക്സ് ഇൻറ്റു എഫ് ഓഫ് സൈൻ പൈ മൈനസ് എക്സ് എന്ന് വരും. സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് തന്നെയാണ് ഡി എക്സ്. ഓർ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to പൈ പൈ ഇൻറ്റു എഫ് ഓഫ് സൈൻ എക്സ്. പൈ പുറത്തെടുത്താൽ പൈ ഇൻറ്റു എഫ് ഓഫ് സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ 0 to പൈ എക്സ് ഇൻറ്റു
എഫ് ഓഫ് സൈൻ എക്സ് എന്ന് വരും. ഇതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ, ഐ എന്നല്ല അതിൻ്റെ പേര്. അതുപോലെ എൽ എച്ച് എസ് എന്ന് പറയുന്നതും ഐ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഈക്വൽസ് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് സൈൻ എക്സ് മൈനസ് ഐ എന്ന് തന്നെ വരും. ഈ മൈനസ് ഐ ഇപ്പുറത്തേക്ക് എടുത്താൽ പ്ലസ് ഐ, മൊത്തം 2i ഈക്വൽസ് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് സൈൻ എക്സ്. ഒരു ഡി എക്സ് എഴുതാൻ ഒരിക്കലും മറന്നു പോകരുത്. ഓർ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് അപ്പം π/2 അല്ലേ. 2i ഈക്വൽ ടു ആണെങ്കിൽ ഐ ഈക്വൽ ടു π/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π എഫ് ഓഫ് സൈൻ എക്സ് ഡി എക്സ് എന്നായി. പക്ഷേ 0 to π/2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി 7 യൂസ് ചെയ്യുക. പ്രോപ്പർട്ടി 7-ൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻ്റഗ്രൽ 0 to 2a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടെ എഫ് ഓഫ് സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? π/2 അവിടെ ഇരിക്കട്ടെ, പോയിട്ട് 2 ടൈംസ് 0 to പകുതി π/2 എന്ന് എഴുതാം. എഫ് ഓഫ് സൈൻ എക്സ് ഡി എക്സ് 2ഉം 2ഉം കട്ടായി പോയി കഴിഞ്ഞാൽ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/2 എഫ് ഓഫ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. സോ ഇതാണ് ഐ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഐനെ നമുക്ക് പൈ ടൈംസ് ഇൻ്റഗ്രൽ 0 to π/2 എഫ് ഓഫ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയ എയുടെ വാല്യൂ എന്ന് പറയുന്നത് പൈ അല്ലേ. അപ്പോൾ സോ എ എന്ന് പറയുന്നത് പൈ ആയിരിക്കും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 34. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 34 ഇൻ്റഗ്രൽ 0 to π/2 കോസ് എക്സ് ഇൻറ്റു ഇ റേസ് ടു സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പുറത്തുണ്ട്. അപ്പോൾ സൈൻ എക്സിന് ടി ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ സൈൻ എക്സിന് ടി ഇട്ട് കൊടുത്താൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി ആകും. പിന്നെ ലിമിറ്റും കൂടി മാറ്റണം. ഇത് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ലിമിറ്റ് ടി ഈക്വൽ ടു സൈൻ 0 തന്നെയാണ്. എക്സ് π/2 എന്ന് പറയുന്ന ലിമിറ്റ് ടി ഈക്വൽ ടു സൈൻ π/2 1. അപ്പോൾ ഈ ഇൻ്റഗ്രൽ 0 to 1 ഇ റേസ് ടു സൈൻ എക്സ് ടി ആയി ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് ഡി ടി ആയി. ഇ റേസ് ടു ടിയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി തന്നെയാണ്. ഫ്രം 0 to 1 എന്ന് വരും. അപ്പോൾ ഇ റേസ് ടു 1 മൈനസ് ഇ റേസ് ടു 0 ഇ മൈനസ് 1 ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. ഇ റേസ് ടു 1 തന്നെ, ഇ റേസ് ടു 0 1. അപ്പോൾ ഇ മൈനസ് 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 35 പോകാം. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 35 ഇൻ്റഗ്രൽ 0 to 3 to 6 റൂട്ട് എക്സ് ബൈ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടി 5 അപ്ലൈ ചെയ്തിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് ഈക്വൽസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. എന്നാൽ നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റഗ്രൽ വന്നാൽ ആ ഫോമുല ഒന്ന് ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ലായിരിക്കും. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ് എന്ന് വന്നാൽ ഈ ഫോമുല ഒന്ന് ബൈ ഹാർട്ട് ചെയ്താൽ ഇതിൻ്റെ വാല്യൂ എപ്പോഴും ബി മൈനസ് എ ബൈ 2 എന്നായിരിക്കും. ബി മൈനസ് എ ഡിവൈഡ് ബൈ 2 എന്നായിരിക്കും. ഇവിടെ നോക്കിക്കേ. എഫ് എക്സ് റൂട്ട് എക്സാ. അപ്പോൾ ഇത് റൂട്ട് എക്സ് ബൈ ഇവിടെ ഒരു റൂട്ട് എക്സ് ഉണ്ട് പ്ലസ് ഇത് എക്സിന് പകരം എ പ്ലസ് ബി മൈനസ് എക്സ് കൊടുത്തിരിക്കുകയല്ലേ. 3 + 6 9 മൈനസ് എക്സ് കൊടുത്തിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഫോമ ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി മൈനസ് എ ബൈ 2 ആണ്. ബി എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് 6, 3 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ബൈ 2. വാട്ട് ഈസ് ദ ആൻസർ? 6 - 3 3 3/2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Then number 36
ക്വസ്റ്റ്യൻ നമ്പർ 36 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയല്ലേ. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ ഓഫ് 1 പ്ലസ് log x. 1 പ്ലസ് log xൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉള്ളതുകൊണ്ട് പുട്ട് 1 പ്ലസ് log xന് ടി കൊടുക്കുക. അന്നേരം 1/x dx എന്ന് പറയുന്നത് ഡി ടി ആകും. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ ഡി ടി ബൈ കോസ് സ്ക്വയർ ടി എന്ന് വരും. 1/cos സ്ക്വയർ സീക്ക് സ്ക്വയർ ആണ്. അപ്പോൾ ടാൻ ടി എന്ന് വരും. ടി എന്ന് പറയുന്നത് 1 പ്ലസ് log x. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, ഇതാ റിപ്പീറ്റഡാ. അപ്പോൾ ഇത് ടാൻ ഓഫ് 1 പ്ലസ് log x ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 37 നോക്കാം. എന്താ നോക്കി ക്വസ്റ്റ്യൻ നമ്പർ 37. ഇൻ്റഗ്രൽ ഓഫ് e raised to x into e raised to x into e raised to x dx. സിമ്പിൾ ക്വസ്റ്റ്യൻ. e raised to xൻ്റെ ഇൻ്റഗ്രലാണ് ബാക്കിയുള്ളത്. e raised to xൻ്റെ ടി എന്ന് കൊടുത്താൽ എന്താ ഇതിൻ്റെ ഡെറിവേറ്റീവ്? e raised to x പോലെ കാണുക. ഇത്രയും ഭാഗം എക്സ് പോലെ കണ്ടാൽ e raised to xൻ്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് e raised to x ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. e raised to x അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് e raised to x ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി എന്ന് വരും. അതായത് ഈ ഹോൾ സാധനം എന്ന് പറയുന്നത് ഡി ടി ആ എന്ന് പറഞ്ഞാൽ ഇതാ സംഭവം സിംപ്ലി ഇൻ്റഗ്രൽ ഡി ടി എന്ന് വെച്ചാൽ ടി പ്ലസ് സി. ടി എന്ന് പറയുന്നത് ആരാണ്? ടി എന്ന് പറയുന്നത് e raised to x ആണ്. പ്ലസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ്. തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 38 നോക്കാം. ഇൻ്റഗ്രൽ π/4 to π/2 cot x dx. ഇൻ്റഗ്രൽ cot x നമുക്ക് എല്ലാവർക്കും അറിയാം, അത് log sin x ആണ് അല്ലേ. ഇൻ്റഗ്രൽ cot x എന്ന് പറയുന്നത് log sin x ആണ്. ഫ്രം π/4 to π/2 that is log of ഇത് sin π/2 മൈനസ് log of sin π/4 എന്ന് വരും. sin π/2 1. അപ്പോൾ ഇത് log 1 മൈനസ് sin π/4 1/√2 എന്ന് വരും. ശരിയല്ലേ? അതിൽ log 1 എന്ന് പറയുന്നത് എത്രയാ? log 1 എന്ന് പറയുന്നത് 0 ആണ്. log 1 എന്ന് പറയുന്നത് 0 ആണ്. പോയിട്ട് മൈനസ് log ഓഫ് 1/√2 എന്ന് വരും. ഈ മൈനസ് log 1/√2 നമുക്ക് log ഓഫ് √2 എന്ന് എഴുതാം. log ഓഫ് √2 എന്ന് എഴുതാം. ഈ log √2 എങ്ങനെ എഴുതാം? √2 എന്ന് വെച്ചാൽ 2 raised to 1/2 ആണ് അല്ലേ. log a raised to n log a. അപ്പോൾ ഇത് ഹാഫ് log 2 എന്ന് എഴുതാം. ഹാഫ് log 2 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. 2 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ദ ഇക്വേഷൻ ഓഫ് ദ കർവ് സാറ്റിസ്ഫൈങ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതാണ്? 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് ഇ റേസ് ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഇൻറ്റു ഡി വൈ ഈക്വൽസ് ടു 0. നമുക്ക് ഇതിനെല്ലാത്തിനും ഒരു ഡി വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡി വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ എന്നാകും. പ്ലസ് ഒരു എക്സ് മൈനസ് എന്നല്ലേ ഇവിടെ, ഇവിടെ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വേണം കേട്ടോ. അപ്പോൾ എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഡിവൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് പോകും. ഈക്വൽ ടു 0. പിന്നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും 0. ഇവിടെ ഒരു 1 പ്ലസ് വൈ സ്ക്വയറും കൂടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം ഇത് ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് എക്സ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ മൈനസ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്ലസ് ഇ റേസ് ടു മൈനസ് ടാൻ വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ എക്സ് വൈ ആയില്ലേ. ഡി എക്സ് ബൈ ഡി വൈ പ്ലസ്
പി ഓഫ് വൈ ഇൻറ്റു എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് വൈ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. എന്തുവാ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ ആണെങ്കിൽ ഇത് തിരിച്ചാ ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് വൈ. അപ്പോൾ ഇനി ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ, പി എന്ന് പറയുന്നത് 1/1 പ്ലസ് വൈ സ്ക്വയർ ഡി വൈ. നമുക്കെല്ലാവർക്കും അറിയാം ഇ റേസ് ടു ഇൻ്റഗ്രൽ 1/1 പ്ലസ് വൈ സ്ക്വയർ ടാൻ ഇൻവേഴ്സ് വൈ. അപ്പോൾ ഇത് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് വൈ. ഇതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുവാ? എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽസ് ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ഡി വൈ. ഇതാണ് സൊല്യൂഷൻ. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽസ് ഇൻ്റഗ്രൽ ക്യൂ എന്ന് പറയുന്നത് ഇതാ ഇ റേസ് ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ 1 പ്ലസ് വൈ സ്ക്വയറും കൂടി ഉണ്ട് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് വൈ ഇൻറ്റു ഡി വൈ. That is x into e raised to tan inverse y equals e raised to minus tan inverse y into e raised to tan inverse y. e raised to minus tan inverse y plus tan inverse y. e raised to 0 1 എന്നാകും. പോയിട്ട് 1/1 പ്ലസ് വൈ സ്ക്വയർ മാത്രം. അതിൻ്റെ ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് വൈ അല്ലേ. പ്ലസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. എക്സ് ഇ റേസ്ഡ് ടു ടാൻ ഇൻവേഴ്സ് വൈ x e raised to tan inverse y equals tan inverse y plus c. ഇനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഗിവൺ ദാറ്റ് ദ കർവ് പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറയുന്നുണ്ട്. ഈ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്താൽ ഈ കർവ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു, 0 പാസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഒറിജിൻ വെച്ചാൽ 0 ആണ്. അപ്പോൾ എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കാം. എക്സിനും വൈക്കും 0 ഇട്ട് കൊടുത്താൽ ഇത് 0 ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് 0. എന്തായാലും 0 ഇൻറ്റു എന്നുള്ളത് കൊണ്ട് 0 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0 പ്ലസ് സി എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ 0 ആണ്. അതിവിടെ കൊടുത്താൽ ഇക്വേഷൻ എക്സ് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽസ് ടാൻ ഇൻവേഴ്സ് വൈ പ്ലസ് 0 ടാൻ ഇൻവേഴ്സ് വൈ എന്ന് മാത്രം. ഇതാണ് കർവ്. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. എക്സ് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് വൈ equals tan inverse y. x e raised to tan inverse y equals tan inverse y. Fourth option is the correct answer. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 40. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 40 എന്ന് നോക്കിയേ. ദ ഇക്വേഷൻ ഓഫ് ദ കർവ് പാസിംഗ് ത്രൂ 1π/4 ഹാവിങ് ദ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy ബൈ dx ആയപ്പോഴും ഈക്വൽസ് സൈൻ 2y ബൈ എക്സ് പ്ലസ് ടാൻ വൈ ആണ്. സൈൻ 2y ബൈ എക്സ് പ്ലസ് ടാൻ വൈ ഇതാണ്. എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ ഓഫ് ദ കർവ് പാസിംഗ് ത്രൂ ഒറിജിൻ അല്ല 1π/4 ഹാവിങ് ദ സ്ലോപ്പ് സൈൻ 2y ബൈ എക്സ് പ്ലസ് ടാൻ വൈ. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്താ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുക? നമുക്ക് എല്ലാത്തിനും സൈനിലേക്കും കോസിലേക്കും ഒന്ന് മാറ്റി നോക്കാം. dy ബൈ ഡി എക്സ് ഈക്വൽസ് സൈൻ 2yനെ എക്സ് പ്ലസ് ടാൻ വൈ അല്ലേ. അപ്പം ഡി എക്സ് ബൈ ഡി വൈ ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി വൈ എടുത്താൽ മതി കേട്ടോ. രണ്ട് സൈഡും റെസിപ്രോക്കൽ എടുത്താൽ ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽസ് എന്ത് വരും? ഇത് എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ സൈൻ 2y എന്ന് വരും. സ്പ്ലിറ്റ് ചെയ്താൽ ഇത് ഡി എക്സ് ബൈ ഡി വൈ ഈക്വൽസ് ടു ഇത് എക്സ് ബൈ സൈൻ 2y പ്ലസ് ടാൻ വൈ ബൈ സൈൻ 2y എന്നാവും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഇതിനെ ഡി എക്സ് ബൈ ഡി വൈ
ഇത് ഇപ്പുറത്തേക്ക് എടുത്താൽ മൈനസ് എക്സ് ബൈ സൈൻ 2y ഈക്വൽസ് ഈ ടാൻ വൈനെ നമുക്ക് വേണമെങ്കിൽ സൈൻ വൈ ബൈ കോസ് വൈ എന്ന് എഴുതാം. ഇൻറ്റു സൈൻ 2y നമുക്ക് വേണമെങ്കിൽ 2 സൈൻ വൈ കോസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഒരു സൈൻ വൈ ക്യാൻസലായി പോകും. പോയിട്ട് 1/2 കോസ് സ്ക്വയർ വൈ എന്ന് കിട്ടും. അതായത് 1/2 ഇൻറ്റു സീക്സ് സ്ക്വയർ വൈ, അതായത് സീക്സ് സ്ക്വയർ വൈ ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഇത് ലീനിയർ ഡിഫറൻഷ്യൽ അല്ലേ? നേരത്തെ ഇതേപോലെ ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി ഓഫ് വൈ ഇൻറ്റു എക്സ് ഈക്വൽസ് ക്യൂ ഓഫ് വൈ എന്നുള്ള ഫോമാണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. പി ആയിട്ട് -1 സൈൻ 2y മൈനസ് കൊസീക്ക് വൈ എന്ന് എടുക്കാം. പി ആയിട്ട് മൈനസ് കൊസീക്ക് 2y, ക്യൂ ആയിട്ട് സീക്സ് സ്ക്വയർ വൈ ബൈ 2. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ഐ എഫ് എന്ന് എഴുതിയാൽ പോലെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിന് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി വൈ ആണ്. ഇ റേസ് ടു ഇൻ്റഗ്രൽ മൈനസ് കോസ് 2y ഡി വൈ എന്ന് വരും. മൈനസ് പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ കൊസീക്ക് 2y. എന്തുവാ ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് ലോഗ് ടാൻ എക്സ് ബൈ 2 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ കൊസീക്ക് 2y എന്ന് പറയുമ്പം ലോഗ് ഓഫ് ടാൻ ഓഫ് 2y ബൈ 2 y എന്ന് എഴുതിയാൽ മതി. തീർന്നില്ല, ഒരു ഡിവൈഡ് ബൈ 2 കൂടി ചെയ്യണം, ഇൻറ്റു 1/2 കൂടി ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ലോഗ് ഓഫ് ഇത് ടാൻ വൈ റേസ് ടു -1/2 എന്ന് വരും. ടാൻ വൈ റേസ് ടു -1/2. ഈ റേസ് ടു ലോഗ് പോയി കഴിഞ്ഞാൽ ഇത് മാത്രം പോയിട്ട് ടാൻ വൈ റേസ് ടു -1/2 എന്ന് വെച്ചാൽ 1/tan y റേസ് ടു 1/2 1/√tan y റൂട്ട് കോട്ട് വൈ എന്ന് വരും. ഇതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ സൊല്യൂഷൻ എന്ന് പറയുന്നത്? എക്സ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് റൂട്ട് കോട്ട് വൈ ആണ്. ഈക്വൽസ് ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് സിക്സ് സ്ക്വയർ വൈ ഡിവൈഡ് ബൈ 2 ആണ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ റൂട്ട് ഓഫ് കോട്ട് വൈ എന്ന് വരും ഡി വൈ. ദാറ്റ് ഈസ് ഇത് ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ വൈ ബൈ റൂട്ട് ടാൻ വൈ എന്ന് എഴുതിയാൽ കുഴപ്പമില്ലല്ലോ, ഇൻറ്റു 1/2 ഡി വൈ. 1/2 പുറത്തെടുക്കാം. പോയിട്ട് ടാൻ വൈയുടെ ഡെറിവേറ്റീവ് ആണ് സിക്സ് സ്ക്വയർ വൈ. അതായത് എഫ് ഡാഷ് എക്സ് ബൈ എഫ് എക്സ് എന്നുള്ള ഫോം, റൂട്ട് എഫ് എക്സ് എന്നുള്ള ഫോം. അങ്ങനെ വന്നാൽ അതിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ പഠിക്കുന്നുണ്ട് 2 റൂട്ട് എഫ് എക്സ് ആണ്. അപ്പോൾ ഇത് 2 റൂട്ട് ടാൻ വൈ പ്ലസ് സി എന്ന് പഠിക്കുന്നുണ്ട്. സോ ആൻസർ അപ്പോൾ എത്രയാ? എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് കോട്ട് വൈ ഈക്വൽസ് റൂട്ട് ഓഫ് ടാൻ വൈ പ്ലസ് സി. അതിൽ നമുക്ക് സിയുടെ വാല്യൂ കണ്ടിരിക്കാനൊരു കാര്യം പറയുന്നുണ്ട്. അത് 1π/4 പാസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ദിസ് കർവ് പാസസ് ത്രൂ 1, π/4. എക്സിന് 1ഉം വൈക്ക് π/4 കൊടുക്കാം. അപ്പോൾ ഇത് 1 ഇൻറ്റു റൂട്ട് ഓഫ് കോട്ട് π/4. കോട്ട് π/4 1 തന്നെയാണ്. ഈക്വൽ ടു റൂട്ട് ടാൻ π/4, അതും 1 ആണ്. പ്ലസ് സി എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ 0. അപ്പോൾ ആൻസർ എക്സ് ഇൻറ്റു റൂട്ട് കോട്ട് വൈ ഈക്വൽസ് റൂട്ട് ഓഫ് ടാൻ വൈ എന്ന് വരും. ആൻസർ എങ്ങനെയാ? ആൻസർ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എന്നുള്ള ഫോമാണ്. എങ്ങനെയാ? എക്സ് ഈക്വൽ ടു ആയിട്ട് എഴുതുവാണെങ്കിൽ ഇത് അപ്പുറത്ത് പോകുമ്പം 1/√കോട്ട് വൈ. 1/√കോട്ട് വൈ വെച്ചാൽ റൂട്ട് ടാൻ വൈ. റൂട്ട് ടാൻ വൈ ഇൻറ്റു ടാൻ വൈ ഇടുമ്പം ടാൻ വൈ. എക്സ് ഈക്വൽ ടു ടാൻ വൈ ആണ് കർവ്. ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. എക്സ് ഈക്വൽ ടു ടാൻ വൈ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 41 എന്ന് പറയുന്നത് ഇ റേസ് ടു 2x ഇൻറ്റു -3y ഡി എക്സ് പ്ലസ് ഇ റേസ് ടു 2y -3x ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 0. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതിനായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇതിനെ ഇ റേസ് ടു 2x ഇൻറ്റു ഇ റേസ് ടു -3y ഡി എക്സ് എന്ന് എഴുതുക. ഇതിനെ ഇ റേസ് ടു 2y ഇൻറ്റു ഇ റേസ് ടു -3x ഡി വൈ എന്ന് എഴുതുക. ഡി എക്സിൻ്റെ കൂട്ടത്തിൽ എക്സ് അല്ലാത്തതാണ്
ഇത് e⁻³ ഡിവൈയുടെ കൂട്ടത്തിൽ y അല്ലാത്തത് ഇത്. അപ്പോൾ എല്ലാത്തിനെയും മാർക്ക് ചെയ്ത e⁻³ e⁻³ കൊണ്ട് 3y കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ബൈ e⁻³ e⁻³ എല്ലാത്തിനെയും ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് വരും? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇത് കട്ടായി പോകും. e⁻³ കട്ടായി പോകും. പോയിട്ട് e⁻² ബൈ e⁻³ e⁻² ഇൻറ്റു e⁻³ വരും. അതായത് e⁻5x dx എന്ന് വരും. പ്ലസ് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് കട്ടായി പോയിട്ട് e⁻5y dy എന്ന് വരും. ഈക്വൽ ടു 0. ഇപ്പോൾ വേരിയബിൾ സെപ്പറബിളായി. ഡി എക്സിനോടൊപ്പം എക്സ് മാത്രമായി, ഡി വൈയോടൊപ്പം വൈ മാത്രമായി. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. e⁻5x ഇൻ്റഗ്രൽ e⁻5x ബൈ 5 പ്ലസ് ഇതിൻ്റെ ഇൻ്റഗ്രൽ e⁻5y ബൈ 5 ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആകും e⁻5x പ്ലസ് e⁻5y ഈക്വൽ ടു 5c. 5c എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റ് കെ എന്നോ സി തന്നെയോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓപ്ഷൻ ഉണ്ടോ? e⁻5x പ്ലസ് e⁻5y ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് c. ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. വേരിയബിൾ സെപ്പറബിൾ ആക്കാന്നുള്ളൂ. നമ്പർ 42 എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 42. The solution of the differential equation dy by dx plus y by x equals 1 by root of 1 plus x square. ലീനിയർ അല്ലേ? dy by dx plus py equal to q. p ആയിട്ട് 1 by x, q ആയിട്ട് 1 by root of 1 plus x square. സോൾവ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആദ്യം കണ്ടുപിടിക്കണം. എന്തുവാ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? e⁻ p dx e⁻ 1 by x എന്ന് പറയുന്നത് log x എന്നാണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ x ഈക്വൽസ് ഇൻ്റഗ്രൽ q എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അത് x ഡി എക്സ്. ഡിനോമിനേറ്ററിൽ റൂട്ടിനുള്ളിൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. അതിൻ്റെ എക്സാക്ട് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x. ഒരു 2ൻ്റെ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 2 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പുറത്തൊരു 1/2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെന്തായി മാറി? xy ഈക്വൽസ് ഹാഫ് ഇൻറ്റു ഇത് എഫ് ഡാഷ് എക്സ് 2x ബൈ റൂട്ട് 1 പ്ലസ് എക്സ് വെച്ചാൽ എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് എക്സ് എന്നുള്ള ഫോമായി. എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ 2 റൂട്ട് എഫ് എക്സ് എന്നാണ്. അപ്പോൾ 2 റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി 2 ആയി പോയി കഴിഞ്ഞാൽ xy ഈക്വൽസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. സിയുടെ വാല്യൂ കണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല, നേരെ തന്നെ ആൻസർ. ഓപ്ഷൻ പക്ഷേ എങ്ങനെയാണ്? ഓപ്ഷൻ ഉണ്ടോ? xy ഈക്വൽസ് അല്ലേ? xy ഈക്വൽസ് ദ സൊല്യൂഷൻ ഈസ് xy ഈക്വൽസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2. അപ്പോൾ y ഈക്വൽ ടു എന്ന് എഴുതണം ഫംഗ്ഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ y ഈക്വൽസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് സി ബൈ എക്സ് എന്നാണ്. ദ കർവ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എഫ് എക്സ് എന്നുള്ള രീതിയിൽ പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആൻസർ. റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് സി ബൈ എക്സ് അല്ലേ? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് സി ബൈ എക്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2. Then question number 43 നോക്കാം. The general solution of the differential equation ഏതാ? dy by dx plus sin x plus y equals sin x minus y. ഇതിനെ നമുക്ക് dy by dx ഈക്വൽസ് ഇതിനെ ഇപ്പുറത്തേക്ക് എടുത്താൽ മൈനസ് ഓഫ് sin x plus y മൈനസ് സൈൻ എക്സ് മൈനസ് വൈ ഇങ്ങനെ എഴുതി കൂടെ. കാരണം ഇത് ശരിക്കും ഇത് അപ്പുറത്ത് വരുമ്പോൾ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ, ഇത് പ്ലസ്സാ. മൈനസ് കോം എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് dy ബൈ ഡി എക്സ് ഈക്വൽസ് മൈനസ് ഓഫ് ഇത് സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി നമ്മൾ പഠിക്കുന്നുണ്ട്. അത് 2 കോസ് എ സൈൻ ബി എന്നാണ്. വേരിയബിൾ സെപ്പറബിൾ ആക്കിയാൽ ആൻസറാ. ഡി വൈയോടൊപ്പം വൈനെ കൊണ്ടുവരിക, സൈൻ വൈനെ കൊണ്ടുവരിക ഈക്വൽ ടു -2 കോസ് എക്സ് ഡി എക്സ്. ഇത് എങ്ങനെയാ?
1/cos y എന്ന് sin y എന്ന് വെച്ചാൽ കൊസീക് y അല്ലേ, ഇൻറ്റു dy ഈക്വൽസ് -2cos x dx. വേരിയബിൾ സെപ്പറബിൾ ആയില്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ കൊസീക് y നമ്മൾ ഒരുപാട് ചെയ്തു, log tan y/2 എന്നാണ് ഈക്വൽ ടു -2 കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രൽ സൈൻ log x എന്ന് പറയുന്നത് cos x എന്ന് പറയുന്നത് sin x പ്ലസ് c. ആൻസർ ഉണ്ടോ? log tan y/2 -2 sin x ഇപ്പുറത്ത് വരുമ്പം +2 sin x ഈക്വൽ ടു c എന്ന് വരും. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. log tan y/2 ഇതിപ്പുറത്ത് വരുമ്പോൾ +2 sin x ഈക്വൽ ടു c. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 45. The solution of the differential equation dy by dx equal to y into sin 2x where y of 0 equal to 1. വേരിയബിൾ സെപ്പറബിൾ ആക്കിയാൽ മതി. dy y ഇപ്പുറത്തോണ്ട് വരിക, ബൈ y ഈക്വൽസ് ഡി എക്സ് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് sin 2x ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ dy ബൈ y ഈക്വൽസ് എങ്ങനെയാ, നമുക്ക് ആൻസർ 2x ടേംസിലില്ല, cos 2x/2 എന്നുള്ള ഫോമിലില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, sin 2x 2 sin x cos x എന്നുള്ള രീതിയിൽ കാണുക. ഇൻ്റഗ്രൽ dy ബൈ y എന്ന് പറയുന്നത് log y ഈക്വൽസ് ഇത് എങ്ങനെയാ, sin x ഡെറിവേറ്റീവ് cos x പുറത്തോട്ട്, അല്ലെങ്കിൽ cos x ഡെറിവേറ്റീവ് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് sin x ഡെറിവേറ്റീവ് cos x പുറത്തോട്ട് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ sin x t ഇട്ട് കൊടുത്താൽ മതി. എന്തുവരും, sin x 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ sin x t ഇട്ട് കൊടുക്കാം. sin x t ഇട്ട് കൊടുത്താൽ cos x dx എന്ന് പറയുന്നത് dt എന്ന് വരും. അപ്പോൾ 2 പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ t dt എന്ന് വരും. ശരിയല്ലേ. sin x ഡെറിവേറ്റീവ് cos x അത് പുറത്തുണ്ട്. അപ്പോൾ sin x t ഇട്ട് കൊടുത്താൽ cos x dx dt എന്ന് വരും. അപ്പോൾ എത്ര ഒരു ആൻസർ, log y ഈക്വൽസ് 2 ഇൻറ്റു t²/2. 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ t² എന്ന് മാത്രം പ്ലസ് c, ദാറ്റ് ഈസ് log y ഈക്വൽസ് t എന്ന് പറഞ്ഞാൽ sin x അല്ലേ, sin² x പ്ലസ് c. ഇതാണ് ആൻസർ. log y ഈക്വൽസ് sin² x പ്ലസ് c. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിട്ടുണ്ട് y ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. y ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ് എന്ന് പറയുന്നുണ്ട്. എന്താ ഈ y ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, x 0 ആണെങ്കിൽ y 1 എന്ന, അപ്പോൾ ഇതിനകത്ത് x-ന് 0 കൊടുക്കാം, y-ക്ക് 1 കൊടുക്കാം. അപ്പോൾ ഇത് log 1 ഈക്വൽസ് sin² 0 പ്ലസ് c log 1 0 ഈക്വൽ sin 0 0 പ്ലസ് c എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ കർവ്. അപ്പോൾ എന്താ, log y ഈക്വൽസ് sin² x പ്ലസ് 0 എന്ന് പറഞ്ഞാൽ log y ഈക്വൽ ടു sin² x ഈസ് ദ കറക്റ്റ് ആൻസർ. log y ഈക്വൽ ടു sin² x എന്ന് പറയുന്ന ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 46. The particular solution of log dy by dx equals log dy by dx equals 3x plus 4y when y of 0 equal to 0. എന്ന് പറഞ്ഞാൽ c കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുക, x 0 ആണെങ്കിൽ y ഉം 0, c കണ്ടുപിടിക്കുക. അതാണ്. അതിനായിട്ട് നമുക്ക് log എന്ന് പറഞ്ഞാൽ ബേസ് ചെയ്യാം. ഈ log മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെ dy by dx ഈക്വൽസ് എങ്ങനെ എഴുതാം, e⁻³ plus 4. ലോഗിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, വേരിയബിൾ സെപ്പറബിൾ ആക്കിയാൽ പോരെ. ഇതിനെ dy by dx ഈക്വൽസ് e⁻³ ഇൻറ്റു e⁻4y എന്ന് എഴുതാം. വേരിയബിൾ സെപ്പറബിൾ ആക്കുക, dy താഴെ വരും, e⁻4y താഴെ വരും. അപ്പോൾ dy by e⁻4y, അതായത് e⁻⁻4y dy ഈക്വൽസ് e⁻3x dx എന്ന് വരും. വേരിയബിൾ സെപ്പറബിൾ ആയി കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഇൻ്റഗ്രൽ -e⁻4y, ഇതിൻ്റെ ബൈ 4 അല്ലേ, ബൈ e⁻4y ബൈ -4 എന്ന് വരും. അതായത് -e⁻4/4, ഇതിൻ്റെ ഇൻ്റഗ്രൽ e⁻3x/3 എന്ന് വരും.
പ്ലസ് സി. സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് 0 എക്സ് 0 ആണെങ്കിൽ y 0യാണ്. 0 0 എക്സിനും വൈക്കും 0 0 ഇട്ട് കൊടുത്താൽ ഇത് e റേസ് ടു 0 1. അപ്പം -1/4 ഈക്വൽസ് ഇത് e റേസ് ടു 0 1/3 എന്ന് വരും. പ്ലസ് സി എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ -1/4 -1/3 -3 -4 -7/12 എന്ന് വരും. എന്ന് പറഞ്ഞാൽ കർവ് അപ്പം ഏതാണ്? ഈ -e റേസ് ടു -4y/4 ഈക്വൽസ് e റേസ് ടു 3x/3 പ്ലസ് സിയുടെ വാല്യൂ -7/12. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഒരു 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. ഓപ്ഷൻ എല്ലാത്തിനെയും ഒരു 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -3e റേസ് ടു -4y ഈക്വൽസ് 4e റേസ് ടു 3x -7. ഓപ്ഷൻ ഏതാ? 4e റേസ് ടു 3x അല്ലേ? ഇവിടെ 4e റേസ് ടു 3x. അപ്പോൾ ഇതിനെ ഇപ്പുറത്തും ഇതിനിപ്പുറത്തും എഴുതിയെടുത്താൽ 4e റേസ് ടു 3x പ്ലസ് 3e റേസ് ടു 4y ഈക്വൽസ് ഇതിപ്പുറത്ത് വരുമ്പം 7 എന്ന് വരും. ഈ ഓപ്ഷൻ ഉണ്ട്. 4e റേസ് ടു 3x പ്ലസ് 3e റേസ് ടു 4y അല്ലേ? 4e റേസ് ടു 3x പ്ലസ് 3e റേസ് ടു 4y ഈക്വൽ ടു 7. 4e റേസ് ടു 3x ശരിയല്ലേ? 4e റേസ് ടു 3x പ്ലസ് 3e റേസ് ടു 4y. 4e റേസ് ടു 3x പ്ലസ് 3e റേസ് ടു 4y ഈക്വൽ ടു 7. ഇവിടെ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പ്ലസ് ആണ് കേട്ടോ. ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 4 കറക്റ്റ് ആൻസർ കേട്ടോ. ഒരു മൈനസ് നമുക്കത് തെറ്റിപ്പോയതല്ലേ? ഒരു മൈനസ് ഉണ്ടല്ലോ. ഈ മൈനസ് ഞാൻ എഴുതാനാണ് വിട്ടുപോയത്. അപ്പോൾ ഓപ്ഷനിൽ മിസ്റ്റേക്ക് ഇല്ല കേട്ടോ. -4y തന്നെ. ആൻസറിന് പ്രശ്നമൊന്നുമില്ല, ഇതിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. 4e റേസ് ടു 3x പ്ലസ് 3e റേസ് ടു -4y ഈക്വൽ ടു 7. അത് തന്നെ ഓപ്ഷൻ 4 തന്നെ കേട്ടോ. ക്വസ്റ്റിന് മിസ്റ്റേക്ക്, ഓപ്ഷൻസിന് മിസ്റ്റേക്ക് ഒന്നുമില്ല. ഞാൻ എഴുതിയപ്പോൾ മൈനസ് ഇടാതെയാണ്. ഓപ്ഷൻ 4 തന്നെയാണ് കറക്റ്റ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 47 സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. എന്താ വരിക? e റേസ് ടു 5 log x ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അത് e റേസ് ടു log x റേസ് ടു 5 അത് x റേസ് ടു 5 മൈനസ് x റേസ് ടു 4 x³ മൈനസ് x² dx ആണ്. ഇൻ്റഗ്രൽ ഒരു x² കോമൺ എടുത്താൽ ഇത് x³ മൈനസ് x² താഴെ x³ മൈനസ് x² dx എന്ന് വരും. ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ x² അത് x³ 3 പ്ലസ് c. തേർഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് വരും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 48. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 48 എന്ന് പറയുന്നത്? കോസ് ഓഫ് 2 tan ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് എന്നാണ്. ഇത് നമ്മുടെ കോസ് ടു തീറ്റയുടെ ഫോമുല, ടാനിലുള്ള ഫോമുല വെച്ച് സോൾവ് ചെയ്താൽ മതി. കോസ് ടു തീറ്റയ്ക്ക് ടാനിലുള്ള ഫോമുല എന്ന് വെച്ചാൽ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാണ്. അപ്പോൾ ഇത് 1 മൈനസ് ടാൻ സ്ക്വയർ ഓഫ് ഇത് വരും അല്ലേ? 1 മൈനസ് ടാൻ സ്ക്വയർ ഓഫ് ടാൻ ഇൻവേഴ്സ്. അപ്പോൾ ഇത് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് എന്ന് മാത്രമാവും. ബൈ 1 പ്ലസ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് വരും. എല്ലാത്തിനും ഒരു 1 പ്ലസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 പ്ലസ് എക്സ് മൈനസ് ഓഫ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് എക്സ് എന്ന് വരും. ന്യൂമറേറ്ററിൽ നിന്നും 1ഉം -1ഉം ക്യാൻസലായി പോകും. പോയിട്ട് എക്സ് പ്ലസ് എക്സ് 2x എന്ന് വരും. ഡിനോമിനേറ്ററിൽ എക്സും മൈനസ് എക്സും ക്യാൻസലായി പോകും, 2 എന്ന് വരും. മൊത്തം ആൻസർ എക്സ് എന്ന് മാത്രം വരും. അതായത് ഈ സാധനം എക്സാ. അപ്പോൾ ഇത് സിംപ്ലി ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ആണ്. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് x²/2 പ്ലസ് c. ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 49 എന്താ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 49 ഇവിടെ ടാൻ ഇൻവേഴ്സ് x³ ഉണ്ട്. അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ബാക്കി. ടാൻ ഇൻവേഴ്സ് ഓഫ് x³ ന് t ഇട്ട് കൊടുത്താൽ എന്ത് വരും?
1/1 പ്ലസ് എക്സ് ക്യൂബിൻ്റെ സ്ക്വയർ എക്സ് റേസ് ടു 6 ഇൻറ്റു 3x² dx എന്ന് പറയുന്നത് ഡി ടി ആകും. എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 6 ഡി ടി ബൈ 3 ആകും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 6 ഡി ടി ബൈ 3 ആയി. ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് ടിയുമായി. അപ്പോൾ ടി ഇൻറ്റു ഡി ടി ബൈ 3 1/3 പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് പറഞ്ഞാൽ ആൻസർ 1/3 ഇൻറ്റു 2 6 ഇൻറ്റു ടി സ്ക്വയർ. ഇത് ടാൻ ഇൻവേഴ്സ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബിനാണ് ടി കൊടുത്തത്. അപ്പോൾ ടി സ്ക്വയർ എന്ന് പറയുമ്പം ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. ഓപ്ഷൻ ഉണ്ടോ? 1/6 ടാൻ ഇൻവേഴ്സ് എക്സ് ക്യൂബിൻ്റെ സ്ക്വയർ പ്ലസ് സി ഈസ് ദ കറക്റ്റ് ആൻസർ. 2 is the correct answer. Then last question number 50. എന്താണ് question number 50 എന്ന് പറയുന്നത്? ദാ ടാൻ ഇൻവേഴ്സ് എക്സ്, ഇവിടെ എക്സ് മേഖലയിലാണ് കേട്ടോ. ഈ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന് ഇവിടെയും ടി കൊടുത്താൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് ഡി ടി. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി ഇൻറ്റു ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി ടി. ഇ റേസ് ടു ടിയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടി പ്ലസ് സി. ദ ആൻസർ ഈസ് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്നൊരു ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ ഏതൊരു എക്സാമിന് പോയാലും ഏകദേശം വരിക. നന്നായിട്ടൊക്കെ പഠിക്കുക. വളരെ വളരെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഈ സീരീസൊക്കെ കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ. താങ്ക് യു വെരി മച്ച്.